ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ബാക്കി നോക്കേണ്ടത് അസൈനിങ് വാല്യൂ തൊട്ടാണ്. അസൈനിങ് വാല്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് പറഞ്ഞു തോന്നുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഓപ്പറേറ്റർ ആൻഡ് എക്സ്പ്രഷൻസ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഇതിനകത്ത് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യണം, അതുപോലെ തന്നെ പ്രോഗ്രാംസ് റൺ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേർഡ്സ് മാത്രം പോരാ, അല്ലെങ്കിൽ നമുക്ക് ആൽഫബറ്റ് മാത്രം യൂസ് ചെയ്താൽ പോരാ. ഇതിനകത്ത് ഒരുപാട് എക്സ്പ്രഷൻസ്, ലോജിക്കൽ എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസ്, ദെൻ റിലേഷൻ ഓപ്പറേറ്റേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം ഇതിനകത്ത് യൂസ് ചെയ്യണം. അതായത് നമുക്ക് ഇതിന്റെ റിലേഷൻസ് ചെക്ക് ചെയ്യാനും, അതുപോലെ തന്നെ വാലിഡിറ്റി, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുമോ, ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടീഷൻ. ഇപ്പൊ നമ്മളൊരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അറിയായിരിക്കും, നമ്മളിപ്പോ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ലോഗിൻ കാണിക്കും, ഇപ്പൊ ലോഗിൻ സൈൻ കാണിക്കും. അപ്പൊ നമ്മൾ യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ ഈ പേജിലോട്ട് പോകണം, ഇപ്പോ രജിസ്റ്റേർഡ് യൂസർ അല്ലെങ്കിൽ വേറൊരു പേജിലോട്ട് പോകണം. ഇങ്ങനെയൊക്കെ എന്താണ്, അത് നമ്മൾ ശരിക്കും പ്രോഗ്രാം ചെയ്യുന്നതാണ്. ഓക്കെ, അത് ഒരു സോഫ്റ്റ്വെയർ ആകുന്ന സമയം നമ്മൾ സി പ്ലസ് പ്ലസോ അല്ലെങ്കിൽ ജാവയോ അങ്ങനെ എന്തെങ്കിലും ലാംഗ്വേജ് യൂസ് ചെയ്തായിരിക്കും എന്ത് ചെയ്യും നമ്മൾ അവിടെ എഴുതുന്നത്, അല്ലെങ്കിൽ പൈതൺ, ഇപ്പോഴാണെങ്കിൽ പൈതൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വിൻഡോസ് സോഫ്റ്റ്വെയർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിൻഡോസ് സോഫ്റ്റ്വെയർ തന്നെ അതും സി പ്ലസ് പ്ലസ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. വിൻഡോസ് 7, 8 വരെയൊക്കെ ഏകദേശം 10 വരെയും സി പ്ലസ് പ്ലസ് ആണെന്ന് തോന്നുന്നു. ഇപ്പോഴുള്ളത് പൈത്തൺ ആണ്. അപ്പൊ അതെല്ലാം എന്താണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഇതിലിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ എന്തെങ്കിലും സ്റ്റാർട്ട് ബട്ടൺ ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റാർട്ട് ബട്ടൺ വരണം. അപ്പൊ ആ വോണ്ട് പ്രസിംഗ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ആ കണ്ടീഷൻസ് കൊടുക്കണം. അപ്പൊ കണ്ടീഷൻസ് പറയും. അപ്പൊ ഇതിനെ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പേ നമുക്ക് ഇവിടെ എങ്ങനെ വാല്യൂസ് അസൈൻ ചെയ്യാൻ നോക്കാം. അതായത് ഇപ്പൊ ഇതില് നമ്മൾ ഈ ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം കൂടുതൽ പഠിക്കുന്ന, നമുക്ക് ഫിസിക്സിലെ കുറച്ച് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബേസിക്കലി ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം പഠിക്കുന്നത്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സൈഡിൽ കുറച്ച് എക്സ്പ്രഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ദെൻ മെട്രിക്സ്, അതുപോലെ തന്നെ വെലോസിറ്റി, വിസ്കോസിറ്റി, ഇതിന്റെ ഏരിയ ഓഫ് എ സ്പിയർ, വോളിയം ഓഫ് എ സ്പിയർ, ഇങ്ങനെ കുറച്ച് എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാണ്. അപ്പൊ നമുക്കറിയാലോ, നമുക്ക് പല സമയത്ത് നമ്മൾ ഫിസിക്സിൽ എന്ത് ചെയ്യുന്നു, കുറെ കോൺസ്റ്റന്റ് ടേംസുകൾ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പൈയുടെ വാല്യൂ, അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് വാല്യൂസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ വാല്യൂസ് ഒന്നും നമ്മുടെ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിന് ശരിക്കും അറിയില്ല. അപ്പൊ നമ്മളിവിടെ പോയിട്ട് പൈ എന്ന് പറഞ്ഞാൽ പൈ അറിയത്തില്ല, അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ ജി എന്ന് എൻ്റർ ചെയ്താൽ ജി അറിയത്തില്ല. അപ്പൊ ഈ വാല്യൂസ് എല്ലാം നമുക്ക് ആ ഇക്വേഷനിൽ എന്തൊക്കെ വാല്യൂസ് യൂസ് ചെയ്യണോ, ഏതൊക്കെ കോൺസ്റ്റന്റ് വാല്യൂസ് ഒക്കെ യൂസ് ചെയ്യണോ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അതാണ് പറയുന്നത് അസൈനിങ് വാല്യൂസ് ടു ദ വേരിയബിൾ. നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് യൂസ് ചെയ്ത ടേം ആണ് ഇത് അസൈനിങ് ഓപ്പറേറ്റർ. നമ്മൾ ഓപ്പറേറ്റർ പഠിക്കുന്ന സമയത്ത് ഇവിടെ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഈ ഒരു അസൈനിങ് വാല്യൂ മാത്രം പഠിക്കുക. ഇതിനകത്ത് ഇപ്പോ ഇന്റ് എ, ഇന്റ് എ എന്ന് വെച്ചാൽ എന്താണ്, ഇന്റിജർ എ ആണ്. അപ്പൊ ഇന്റിജർ എക്ക് ഞാൻ ഇപ്പൊ എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ 5 എന്ന വാല്യൂ ഞാൻ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇന്റിജർ എയിലോട്ട് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഞാൻ ഇനി എവിടെ ഈ ഒരു എ കോൾ ചെയ്താലും അതെന്തായിരിക്കും വരുന്നത്, അവിടെ എയുടെ 5 എന്ന വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് 5 എന്ന വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ഇക്വേഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോ പൈ, ഇപ്പൊ നമുക്ക് പൈ ആർ സ്ക്വയർ എന്ന ഇക്വേഷൻ വേണം. അപ്പൊ നമ്മൾ പ്രോഗ്രാം എഴുതുവാണ്, അവിടെ എനിക്കിപ്പോ പൈ ആർ സ്ക്വയർ വേണം. ഞാൻ ഏരിയ ഏരിയ ഓഫ് സർക്കിൾ പൈ ആർ സ്ക്വയർ അല്ലേ, ഓക്കെ, പൈ ആർ സ്ക്വയർ എടുത്തു. അപ്പൊ അതിൽ പൈയുടെ കാര്യം ഞാൻ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യണ്ട, എൻട്രി ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ഞാൻ പി ഐ ഇ പൈ ഫോൾ പ്ലോട്ട് പൈ ഈസ് ഈക്വൽ ടു 3.14 നമ്മൾ കൊടുത്തു. ഇവിടെ പ്ലോട്ട് ഫംഗ്ഷൻ കൊടുക്കേണ്ട കാര്യം മനസ്സിലായോ, ഇന്റിജർ ഫംഗ്ഷൻ ആണെങ്കിൽ ഹോൾ നമ്പർ മാത്രമേ വരുള്ളൂ. നമുക്ക് ഡെസിമൽ വാല്യൂസോ അല്ലെങ്കിൽ ഇറൈസ് ടു പവർ വാല്യൂസോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ പ്ലോട്ട് ഡബിൾ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു സെക്ഷൻ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. ഓക്കെ, അപ്പൊ ഫ്ലോട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇന്റിജർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ചാർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ക്യാരക്ടർ ആണ് ചാർ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ എന്തിനാണ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അത് കണ്ടു നോക്കാം. അപ്പൊ ഇതില് നമുക്കിപ്പോ ഈ 3.14 എന്ന് പറഞ്ഞാൽ പി ഐ ഇയിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ അത് പൈ എന്നല്ല നമ്മൾ സി പ്ലസ് പ്രോഗ്രാം നോക്കുന്നത്, പി ഐ ഇ ആ ഒരു വേരിയബിളിലോട്ട് നമ്മളിപ്പോ എന്ത് സ്റ്റോർ ചെയ്തു, അതിനകത്ത് നമ്മൾ 3.14 സ്റ്റോർ ചെയ്തു. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യാം, പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഞാൻ അവിടെ യൂസറിന്റെ അടുത്ത് സി ഇൻ ആയിട്ട് എന്ത് കൊടുത്താൽ മതി, സി ഇൻ ആയിട്ട് അവിടെ ആർ എൻ്റർ ചെയ്യാൻ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ റിസൾട്ട് എന്ത് ചെയ്യും, പി ഐ ഇ ആർ ഇൻറ്റു ആർ, ആർ ഇൻറ്റു ആർ എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, സി ഔട്ടിൽ അവിടെ നമുക്ക് ഈ പൈ ഇൻറ്റു ആർ സ്ക്വയർ അതിന്റെ വാല്യൂ ആയിരിക്കും എന്ത് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ആ പൈ എന്ന്. അടുത്ത് ഇപ്പറഞ്ഞ ഇ എന്ന് വെച്ചാൽ അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് പ്രോഗ്രാം എഴുതും, പക്ഷെ നമുക്ക് മനസ്സിലാവണം. ഇപ്പൊ ഞാൻ അവിടെ പൈക്ക് പകരം
എ ബി സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അവിടെ അടുത്ത ഇക്വേഷൻ എഴുതി ഇപ്പൊ ഇത് ചെറിയ പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് എഴുതിക്കൊള്ളും. പക്ഷെ ഒരു വലിയൊരു ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ പൈയുടെ വാല്യൂസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എ ബി സി എന്ന് കൊടുത്തതും ആദ്യം ഒരു എ ബി സി കൊടുക്കും. അടുത്ത് ഇപ്പോൾ നിങ്ങൾ ചില സമയം പ്രോഗ്രാം എഴുതുമ്പോൾ തെറ്റിക്കുക. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇപ്പൊ പൈക്ക് പകരം നമ്മൾ എ ബി സിക്ക് നമ്മൾ അവിടെ 3.14 സ്റ്റോർ ചെയ്തു. അടുത്ത എനിക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേണം. അത് ഞാൻ DEF ഇങ്ങനെ സ്റ്റോർ ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീകോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മറന്നുപോകും. ABC എന്താണ്? ഇതെന്താണ്? നമ്മൾ പെട്ടെന്ന് മറന്നുപോകും. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഇപ്പൊ പൈ എന്നുള്ളതിന് ഒന്നീ PI എന്നോ അല്ലെങ്കിൽ PI എന്നോ പൈ എന്നോ കൊടുക്കുക. 3.14 സ്റ്റോർ ചെയ്യുക. അടുത്ത ഇത് ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 into 10⁻⁻90 അതാണ് അവിടെ ചാർജ് ആണ്. അപ്പൊ അതിന്റെ വാല്യൂ എന്ത് ചെയ്യാം? അത് നമ്മളവിടെ E എന്ന് സ്റ്റോർ ചെയ്തു. ഇയുടെ വാല്യൂ. ഓക്കെ, ഇയുടെ വാല്യൂ നമ്മൾ അങ്ങനെ സ്റ്റോർ ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഇപ്പോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെങ്കിൽ G എന്ന് കൊടുക്കുക. ഇപ്പൊ നമുക്ക് ചിലപ്പോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എന്ന് കൊടുക്കണം. വേറെ എന്തെങ്കിലും ഒരു വേരിയബിൾ ഇപ്പൊ ലാൻഡ് G ഫാക്ടർ G ആണ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഫാക്ടേഴ്സ് G വരുന്നെങ്കിൽ ഈ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടെ G യുടെ കൂടെ എന്തെങ്കിലും G ആണെന്നോ ഗ്രാവിറ്റേഷൻ എന്തെങ്കിലും മനസ്സിലാക്കി എന്ത് ചെയ്യുക? കൊടുക്കുക. വേറെ നിങ്ങൾക്ക് അവിടെ സൈഡിൽ കമന്റ് ചെയ്തിരിക്കാം. ഇപ്പൊ നമ്മൾ കൊടുത്തതാണ് ഈ കമന്റിങ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2 ഹാഷ് ഇട്ടതിന് ശേഷം അവിടെ നമുക്ക് സൈഡിൽ എഴുതാം. ദാറ്റ് ഈസ് A is assigned with value 5 എന്നോ അല്ലെങ്കിൽ പൈ ഈസ് ഗിവൺ ആസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കമന്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഈ കമന്റ് സെക്ഷൻ യൂസ് ചെയ്ത് എന്തിനാണ്? നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാം. നമ്മൾ സാധാരണ ഈ സ്റ്റിക്കി നോട്ട്സ് വെക്കുമല്ലോ നോട്ട്സിന്റെ സൈഡിൽ നമുക്ക് ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യും? ഈ കമന്റ് സെക്ഷൻ അവിടെ യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഇതിലെന്ന് വെച്ചാൽ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനാണ്. അപ്പൊ ഈ CH ഫംഗ്ഷനിലോട്ട് എന്ത് ചെയ്യും? Y എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ സ്റ്റോർ ചെയ്തിരിക്കും. അപ്പൊ ഇത് അസൈനിങ് വാല്യൂസ് ആണ് അല്ലെങ്കിൽ അസൈൻ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സിംബോളിക് കോൺസ്റ്റന്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡിഫൈൻ ചെയ്ത് ഹാഷ് ഡിഫൈൻ കൊടുത്താൽ മതി. ഡിഫൈൻ കൊടുത്തിട്ട് നമുക്ക് എന്താണ് സ്റ്റോർ ചെയ്യേണ്ടത്? സിംബോളിക് നെയിം എന്താണോ? ഇവിടെ ഇപ്പൊ നമ്മൾ പൈയുടെ വാല്യൂ PI എന്ന് സ്റ്റോർ ചെയ്തു. PI കണ്ടോ? നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം അതിന്റെ വാല്യൂ എടുക്കുമ്പോൾ ഈ PIയുടെ അകത്തൂടെ എന്ത് സ്റ്റോർ ആവും? അവിടെ അത് 3.14 എന്ന വാല്യൂ സ്റ്റോർ ആവും. അടുത്തൊരു മാസിന്റെ ഒരു വാല്യൂ നമ്മൾ 10 എന്ന് സ്റ്റോർ ചെയ്യണം. അപ്പൊ MASS അതിൽ എന്തുകൊണ്ട് വരും? അതിലോട്ട് ഈ 10 എന്ന വാല്യൂ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓരോ മെമ്മറി ആയിട്ട് അവിടെ നിന്നോളും. മെമ്മറി സ്റ്റോർ ആയിക്കോളും. ഇനി അടുത്ത് നമുക്കിപ്പോ G വേണം, ഗ്രാവിറ്റേഷൻ G വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് 9.8 എന്ന് കൊടുത്താൽ മതി. സ്പേസ് ഇട്ടിട്ട് ഹാഷ് ഡിഫൈൻ ഓക്കെ, ഹാഷ് ഡിഫൈൻ G 9.8. അപ്പൊ ഇത് ഗ്ലോബൽ വേരിയബിളും ഉണ്ട്, ലോക്കൽ വേരിയബിളും ഉണ്ട്. അപ്പോൾ നമ്മൾ കേർലി ബ്രാക്കറ്റിലേക്ക് മുമ്പേ കൊടുത്തു കഴിഞ്ഞാൽ അത് ഗ്ലോബൽ വേരിയബിളും കേർലി ബ്രാക്കറ്റിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോക്കൽ വേരിയബിളും ആയിരിക്കും. അപ്പൊ നമ്മൾ എവിടെയാണോ ഡിഫൈൻ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ റീകോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ലോക്കൽ വേരിയബിൾ ആയി എനിക്ക് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ എഴുതുന്ന ഒരു പ്രോഗ്രാം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് തൊട്ട് മുമ്പുള്ള ഇതിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൊട്ട് താഴെ വരുന്ന വീണ്ടും അടുത്തിരുന്ന ഒരു പ്രോഗ്രാമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ അസൈനിങ് വാല്യൂസ് അല്ലെങ്കിൽ അസൈൻ വാല്യൂസ് എന്ന് ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ ഒരു വാല്യൂ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അസൈൻ ചെയ്യാന്ന് നോക്കേണ്ടത്. ഇനി ഇതില് അടുത്ത സെക്ഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദാറ്റ് ഈസ് ദ ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് 8 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇതിനകത്തുണ്ട്. ഓക്കെ, 8 ടൈപ്സ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷൻ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, ബിറ്റ്വൈസ് ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ, ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, കണ്ടീഷൻ ഓപ്പറേറ്റർ, സ്പെഷ്യൽ ഓപ്പറേറ്റർ. അപ്പൊ ഇത്രയും ഓപ്പറേറ്റേഴ്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പ്രോഗ്രാംസ് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. കാരണം നമുക്കവിടെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എക്സ്പ്രഷൻസ് ഒക്കെ സോൾവ് ചെയ്യണം. അപ്പൊ എക്സ്പ്രഷൻസ് ഒക്കെ സോൾവ് ചെയ്യണം നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യണം? ഈ ഓപ്പറേറ്റേഴ്സ് അറിയിക്കണം. അപ്പൊ ഓപ്പറേറ്റേഴ്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എവിടെ എന്ത് യൂസ് ചെയ്യണം. ചില സമയം കമ്പയർ ചെയ്യേണ്ടി വരും. ഇപ്പോ ലാർജസ്റ്റ് among two നമ്പർ, ഇപ്പൊ രണ്ട് നമ്പറിൽ ഏതാണ് ലാർജസ്റ്റ് എന്ന് നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു റിലേഷൻ ഓപ്പറേറ്റർ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കമ്പയർ ചെയ്ത് ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്. കമ്പാരിസൺ, അതുപോലെ തന്നെ ചില സമയം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇപ്പോൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ഓരോ പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ ഓരോ പ്രാവശ്യം മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇതിലുള്ള ഈ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ലൂപ്പിംഗ് ഫംഗ്ഷൻ നമ്മൾ പഠിക്കും. അപ്പൊ ലൂപ്പിംഗ് ഫംഗ്ഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ലൂപ്പിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഓരോ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കിപ്പോ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ഓപ്പറേറ്റർ ആണ് ദാറ്റ് ഈസ് ദ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. ഓക്കെ, അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ മീൻസ് എന്താണ്? നോർമലി നമ്മുടെ മാത്തമെറ്റിക്കൽ ടേംസ് ആണ്, മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന എയും ബിയും രണ്ട് വേരിയബിൾസ് എടുത്തിട്ടുണ്ട്. എയില് 10 എന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എയിൽ ഞാൻ 10 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എയിൽ 10 സ്റ്റോർ ചെയ്തു.
ബിയുടെ വാല്യൂ എന്താണ്? ബിയുടെ വാല്യൂ നമ്മളവിടെ 20 എന്നാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഓരോ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുക. അപ്പൊ ഒന്നാമത്തെ ഓപ്പറേറ്റർ അഡിഷൻ ആണ്. എന്ത് ചെയ്യും? നോർമലി ആഡ് ചെയ്യും, സാധാരണ രീതിയിൽ ആഡ് ചെയ്യും. എ പ്ലസ് ബി എന്ന് ആഡ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യണം? റിസൾട്ട്, അതിന്റെ റിസൾട്ട് ഇപ്പൊ എ 10 ആണ്, ബി 20 ആണ്. സാധാരണ നോർമൽ അഡിഷൻ ആണ്. നമുക്ക് എന്താണ് 30 എന്ന് കിട്ടും. അതുപോലെ തന്നെ സബ്ട്രാക്ടിങ് ഓപ്പറേറ്റർ. അപ്പൊ സബ്ട്രാക്ടിങ് ഓപ്പറേറ്റർ എയിൽ നിന്ന് എന്ത് ചെയ്യും? ബിയെ സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, എയിൽ നിന്ന് ബിയെ സബ്ട്രാക്ട് ചെയ്യും. ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എയിലെ ലാർജ്, എ സ്മോൾ അല്ലേ, ബിയിലെ ലാർജ്. അപ്പൊ നമുക്ക് കിട്ടും മൈനസ് കിട്ടും. നോർമൽ സബ്ട്രാക്ട്. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് ഓപ്പറേറ്റേഴ്സിനെ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എ ഇൻറ്റു ബിയുടെ എ 10 ബി 20 വരുന്ന സമയത്ത് 200 ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. അടുത്ത ഡിവിഷൻ. ഡിവൈഡ്സ് ദ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ, ബി ബൈ എ വിച്ച് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഓക്കെ, 20/10 2 എന്ന് കിട്ടി. ഇത് മോഡുലസ് ഓപ്പറേറ്റർ ആണ്. ഈ മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിന്റെ റിമൈൻഡർ എടുക്കും. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് റിമൈൻഡർ വരത്തില്ല ഇതിനകത്ത്. that is 20/a, b by a 20/10 വരും. നമുക്ക് 2 അല്ലേ വരത്തുള്ളൂ. റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കില്ലേ അത്? 20 10 2 0. ഓക്കെ, 0 വരും. അപ്പോൾ ശരിക്കും നമുക്ക് ഈ റിമൈൻഡർ ഫംഗ്ഷൻ ചില സമയത്ത് നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ റിമൈൻഡർ എടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഫോർ കാൽക്കുലേഷൻ മെട്രിക്സ് ഒക്കെ നോക്കുന്ന സമയത്താണ് തോന്നുന്നു. മെട്രിക്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ശരിക്കും ഇതിന്റെ റിമൈൻഡർ ഫംഗ്ഷൻ അവിടെ എടുക്കേണ്ടി വരും. അപ്പൊ ഈ റിമൈൻഡർ ഫംഗ്ഷൻ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മോഡുലസ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് റിമൈൻഡർ എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ഈ മോഡുലസ്. അപ്പൊ അവിടെ ഒരു ഇന്റിജർ ഡിവിഷൻ കഴിഞ്ഞിട്ട് എന്ത് റിമൈൻഡർ വരും എന്ന് നമുക്ക് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ചില സമയത്ത് 1 വരാം റിമൈൻഡർ ആയിട്ടൊക്കെ. അപ്പൊ അങ്ങനത്തെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ കൊടുക്കാം. അപ്പൊ റിമൈൻഡർ ഒക്കെ എടുത്ത് അടുത്ത തവണ ആഡ് ചെയ്ത് വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്ത് പോവേണ്ട സ്റ്റെപ്സുകൾ ഉണ്ടാവും. നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതില് ആ ഒരു ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ ശരിക്കും ഫ്ലോട്ടും ഡബിളിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഫ്ലോട്ടും ഡബിൾ ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് ശരിക്കും ഡെസിമൽ വാല്യൂസ് അതൊക്കെയാണ് വരുന്നത്. അപ്പൊ ഫ്ലോട്ടും ഡബിളിൽ നമുക്ക് ഈ ഒരു മോഡുലസ് ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഇത്രയേ ഉള്ളൂ. 5 അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ റിലേഷൻ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റിലേഷൻ ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വാല്യൂസ് ഇപ്പോൾ ഉണ്ടല്ലോ, എയും ബിയും എന്ന രണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പൊ ഇവർ തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ഇവര് തമ്മില് ഫോൾസ് ട്രൂ ആണോ ഫോൾസ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് വലുത്, ഏതാണ് ചെറുത്? ഇപ്പൊ റിലേഷൻ അതല്ലേ, എ ആണോ ഗ്രേറ്റർ, ബി ആണോ ഗ്രേറ്റർ, അല്ലെങ്കിൽ എയും ബിയും ഈക്വൽ ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിലും നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ഓപ്പറേറ്റർ ദാറ്റ് ഈസ് ഈ ഒരു രണ്ട് ഈക്വൽ സൈൻ വരുന്ന ഈ ഒരു ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വാല്യൂസും സെയിം ആണ്. നമ്മൾ സാധാരണ ഈക്വൽ ടു ഉപയോഗിക്കുമല്ലോ. ദാറ്റ് ഈസ് എ ഈക്വൽ ടു ബി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. LHS ഈക്വൽ ടു RHS എന്ന് നമ്മൾ ഇക്വേഷനിൽ പറയും. അപ്പൊ അവിടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഈ ഒരു ഈക്വൽ ടു ഉണ്ടല്ലോ, ഈ ഈക്വൽ ടുന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഈ രണ്ട് ഈക്വൽ ടു യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒറ്റ ഈക്വൽ ടു എന്ന് പറയുന്നത് ശരിക്കും അവിടെ അസൈനിങ് ഓപ്പറേറ്റർ എന്നൊരു ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, കണ്ടോ? ഈ ഒരു സിമ്പിൾ ഈക്വൽ ടുന്റെ മീനിങ് വേറെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോർമലി ഉള്ള ഈക്വൽ ടു, നമ്മൾ LHS ഈക്വൽ ടു RHS അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇഫ് എ ഈക്വൽ ടു ബി, എയും ബി ഈക്വൽ ആണെങ്കിൽ എന്ന കണ്ടീഷനെ കൊടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും, അത് നമ്മളിവിടെ രണ്ട് ഈക്വൽ സൈൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യം ഓർത്തിരിക്കുക. നമ്മൾ ഈ ഒരു C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് രണ്ട് ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഇറ്റ് ഗീവ്സ് ദ മീനിങ് ഓഫ് ഈക്വൽ ടു. LHS ഈക്വൽ ടു RHS ആ ഒരു ഫംഗ്ഷൻ ഒക്കെ നമ്മൾ എടുക്കുന്ന സമയം അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടീഷൻ എടുക്കുന്ന സമയത്ത് ഇത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന ഈ ഒരു ഈക്വൽ ടു സൈൻ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അത് നോക്കാം. നെക്സ്റ്റ് ആണ് നോട്ട് ഈക്വൽ ടു. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നത് എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഒന്നാമത്തേൽ നമുക്ക് എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 20 ആണ്. അപ്പൊ ആ ഒരു കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് അല്ലേ, കാരണം എ നോട്ട് ഈക്വൽ ടു ബി ആണ്. ഓക്കെ, നമ്മുടെ എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആ ഒരു കണ്ടീഷൻ അവിടെ ഫോൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും ഒരു ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത്. എയും ബിയും ഈക്വൽ ആണോ എന്ന് നോക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഫോൾസ് എന്ന് പറയും, അല്ലെങ്കിൽ ശരിയാണെങ്കിൽ ട്രൂ എന്ന് പറയും. അപ്പൊ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് കൂടുതൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ ആണ് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു. ഓക്കെ, നോട്ട് ഈക്വൽ ടു. അപ്പൊ ഈ നോട്ട് ഈക്വൽ ടു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോട്ട് ഈക്വൽ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടും എന്തല്ല, ഈക്വൽ അല്ല. ഓക്കെ, ഇതിപ്പോ ഈക്വൽ അല്ലല്ലോ, എയും ബിയും ഈക്വൽ ആണോ? അല്ല, എ നോട്ട് ഈക്വൽ ടു ബി ആണ്. അപ്പൊ ഇത് നമ്മൾ സാധാരണ നോട്ട് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യും? മാത്സിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എ നോട്ട് ഈക്വൽ ടു ബിക്ക് വേണ്ടി ഇവിടെ എന്ത് ചെയ്യും? ഒരു കട്ടിങ് കൊടുക്കും, ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? C++ ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു
എക്സ്ക്ലമേറ്ററി സൈനും ഈക്വൽ ടു കൊടുക്കും. അതെന്താ മീൻ ചെയ്യുന്നത്? ഇറ്റ് മീൻസ് ദ വാല്യൂ ടു ഓപ്പറൻഡ് നോട്ട് ഈക്വൽ. ഓക്കെ, അപ്പൊ ഈക്വൽ ആണോ നോട്ട് ഈക്വൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നോട്ട് ഈക്വൽ ആണെങ്കിൽ എന്തായാലും കണ്ടീഷൻ അവിടെ ട്രൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സെക്കൻഡ്ലി പറയുന്ന റിലേഷൻ ഓപ്പറേറ്റർ. ഇനി മൂന്നാമത്തത് ഈ ഒരു ഓപ്പറേറ്റർ എന്താണ്, ഇത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഇതിൽ നമ്മളിപ്പോ ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ ആണ്. ലെഫ്റ്റിലെ ഫംഗ്ഷൻ, ഇവിടെ ഇരിക്കുന്ന ഫംഗ്ഷൻ ഗ്രേറ്റർ ആണോ നോക്കും, ബി യെ കാട്ടി ഗ്രേറ്റർ ആണോ ചെക്ക് ചെയ്യും. ലെഫ്റ്റിലെ ഫംഗ്ഷൻ റൈറ്റിനെ കാട്ടി ഗ്രേറ്റർ ആണോ എന്ത് ചെയ്യും, അവിടെ നോക്കും. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് തിരിച്ചു നോക്കണ്ട, ആദ്യം ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് എന്താണ് നോക്കി, ലെഫ്റ്റ് സൈഡിലുള്ളത് ബി യെ കാട്ടി ഗ്രേറ്റർ ആണ്. തിരിച്ചു നോക്കണ്ട, ഈ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യാം നോക്കുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, എ ഈസ് ഗ്രേറ്റർ ദാൻ ബി ആണോ, അല്ല, കണ്ടീഷൻ എന്താണ്, ഫോൾസ് ആണ് കേട്ടോ. എ എന്ന് പറഞ്ഞാൽ നമ്മൾ 10 അല്ലേ, ഇത് നമ്മൾ ജസ്റ്റ് എടുത്തു വെച്ചേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പ്രോഗ്രാമിംഗ് ആയിട്ട് യാതൊരു ബന്ധമില്ല, നമ്മൾ ജസ്റ്റ് എക്ക് ഒരു 10 എന്നും അതുപോലെ തന്നെ ബിക്ക് 20 എന്നും ജസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു മീനിങ് ഇല്ലാതെ. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ എ ബി യെ കാട്ടിയും ലാർജ് അല്ല, കണ്ടീഷൻ എന്താണ്, ഫോൾസ് ആണ്. ഓക്കെ, കണ്ടീഷൻ ഈസ് ഫോൾസ്. നെക്സ്റ്റ് ചെക്ക് ചെയ്തത് ഇവിടെ ഈ ലെഫ്റ്റിലോട്ട് തന്നെയാണ് എന്റെ ഓപ്പറേറ്റിംഗ് ഡയറക്ഷൻ വരുന്നത്. ചെക്ക് ദ വാല്യൂ ഓഫ് ലെഫ്റ്റ് ഓപ്പറാൻഡ് ഇസ് ലെസ് ദാൻ ദ വാല്യൂ ഓഫ് ദ റൈറ്റ് ഓപ്പറാൻഡ്. ഇവിടെ ഈ ലെഫ്റ്റ് ഇരിക്കുന്ന ഓപ്പറാൻഡ് റൈറ്റ് ഇരിക്കുന്ന ഓപ്പറാൻഡ് കാട്ടി ചെറുതാണോ എന്ന് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ബി സ്മോൾ. അപ്പൊ അവിടെ എന്തായിരിക്കും, എ ലെസ് ദാൻ ബി ആണ്, കണ്ടീഷൻ എന്താണ്, ട്രൂ ആണ്. ഓക്കെ, കണ്ടീഷൻ ട്രൂ ആണ്, കറക്റ്റ് ആണ്, വേറെ വേരിയേഷൻ ഒന്നും ഇല്ലല്ലോ. എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 20 ആണ്, ദാറ്റ് ഈസ് എ ഈസ് ലെസ് ദാൻ ബി, ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഈസ് ട്രൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ സാധാരണ മാത്സിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ നമ്മൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ സ്ക്വയർ വേവ് പൊട്ടൻഷ്യൽ ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പഠിക്കുന്നത് ഇതുപോലത്തെ ഇൻഇക്വാലിറ്റി സയൻസ് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേറെ പല ഡെറിവേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഓർത്തോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ക്വാണ്ടം മെക്കാനിക്സിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ഇതിനൊക്കെ എക്സ്പ്രഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതെന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതാണ് ആ സൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഈക്വൽ ടുന്റെ മുകളിൽ ഇങ്ങനെ വരയ്ക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു ഗ്രേറ്റർ ദാൻ സൈൻ ഇടും, അതിനുശേഷം എന്ത് ചെയ്യും, ഒരു ഈക്വൽ ടു സൈൻ കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യുന്നത് ഒന്നുകിൽ ലെസ് ദാൻ ആയിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം, ഈക്വൽ ടു ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണോ, അല്ല, എ ബി യെക്കാട്ടി ഗ്രേറ്ററും അല്ല ഈക്വലും അല്ല, കണ്ടീഷൻ എന്താണ്, ഫോൾസ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇറ്റ് ഗീവ്സ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എ എന്താണ്, ബി യെക്കാട്ടി ലെസ് ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇതിനകത്ത് ഈ ഒരു റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനകത്ത് വരുന്നത്. അപ്പൊ ഇത്രയും സെറ്റ് പഠിച്ചിരിക്കുക, കാരണം നമുക്ക് ഇതിനകത്ത് ഇനി പ്രോബ്ലം നമ്മൾ നോക്കുന്ന സമയത്ത്, പ്രോഗ്രാംസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് അവിടെ ആവശ്യമുണ്ട്. പല ഇതിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യും, ഈക്വൽ ടു ആണോ ചെക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആണോ ചെക്ക് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ടു ഡിറ്റർമിൻ ദ ടു ഗിവൻ നമ്പേഴ്സ് ലെസ് ദാൻ ആണോ ഈക്വൽ ടു ആണോ നമുക്കവിടെ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പ്രോഗ്രാം ഇവിടെ നോക്കാം. അപ്പൊ ആ ഒരു സമയം നമുക്ക് മനസ്സിലാവും എന്താണ് ആ ഒരു ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു റിലേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓപ്പറേറ്റർ ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. അപ്പൊ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് അവിടെ 3 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ സാധാരണ ലോജിക് ഗേറ്റ്സ് പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ലോജിക് ഗേറ്റ്സ് പഠിച്ചപ്പോൾ നമുക്ക് ആ ലോജിക് എന്ന കൺസെപ്റ്റ് ശരിക്കും C++ പ്രോഗ്രാമിങ്ങിനകത്ത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന മെയിൻലി ആൻഡ്, ഓർ, അതുപോലെ തന്നെ നോട്ട്, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്, ഈ കണ്ടീഷനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആൻഡിന് എ ഡി എന്നൊന്നും എഴുതാൻ പറ്റില്ല, ഓപ്പറേറ്റർ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ആൻഡ് സൈൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. കണ്ടോ, രണ്ട് ആൻഡ് സൈൻ. ഓക്കെ, രണ്ട് ആൻഡ് സൈൻ നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ആൻഡ് ഫംഗ്ഷൻ ചെക്ക് ചെയ്യാം. അപ്പൊ ആൻഡ് ഓപ്പറേറ്റേഴ്സ് അറിയില്ല. ആൻഡ് ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇൻപുട്ട് ഹൈ ആവുന്ന സമയത്ത് മാത്രമേ ആൻഡ് ഫംഗ്ഷൻ ഓൺ ആവത്തുള്ളൂ. അപ്പൊ നമുക്കിപ്പോ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ആ ഡാറ്റയിൽ എന്നീ രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ രണ്ട് പാരാമീറ്റേഴ്സും കംപ്ലീറ്റ് ആയ ഒരു കുട്ടിക്ക് മാത്രം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പിള്ളേരുടെ മാർക്ക് ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിനും A+ വേണം, അതുപോലെ തന്നെ ഒപ്റ്റിക്സിന് A+ വേണം. അപ്പൊ രണ്ട് വിഷയത്തിനും A+ കിട്ടിയ കുട്ടി മാത്രം പുതിയൊരു ഒരു സബ്ജക്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ ഇന്ന് അഡ്മിഷൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ രണ്ട് കാര്യം ചെക്ക് ചെയ്യണം. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന് A+ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഒപ്റ്റിക്സ് പേപ്പർ രണ്ട് പേപ്പറിന് A+ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്ത കുട്ടി മാത്രം അടുത്ത ഒരു അഡ്മിഷൻ പോയാൽ മതി, അങ്ങനെ പറയുന്നത് എന്താണ്, ആ ഒരു കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ നമ്മൾ രണ്ട് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് ഫംഗ്ഷൻ നമ്മൾ ചെക്ക് ചെയ്യും. രണ്ട് ഫംഗ്ഷനും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ നമ്മൾ അതിനെ പാസ് ചെയ്ത്
വിടത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിലേക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ മാത്രം ഓൺ ആയി നമ്മൾ വിടില്ല. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ കാരണം നമുക്ക് ഡാറ്റയാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് നേരത്തെ ആണെങ്കിൽ ലോജിക് ഗേറ്റ്സ് പഠിച്ച സമയത്ത് നമുക്ക് ഒരു സർക്യൂട്ട് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. കാരണം ഇതിനകത്ത് ഇപ്പൊ നമുക്ക് സർക്യൂട്ട് അല്ല, നമ്മൾ ഇതിനകത്ത് ഡാറ്റ അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഡാറ്റയുടെ അനാലിസിസ് ആണ് നമ്മൾ ഈ C++ പ്രോഗ്രാമിനകത്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ആ ഒരു മാർക്കിന്റെ കേസ് വെച്ച് പറഞ്ഞത്. കാരണം നമ്മളിപ്പോ 2 ഇൻപുട്സ് കൊടുക്കുന്നു, അപ്പൊ 2 കാര്യം ഓക്കെ ആണെങ്കിൽ മാത്രം പാസ് ചെയ്ത് കൊടുക്കുക, അതാണ് ആ ഒരു മീനിങ് കൊടുക്കുന്നത്. ആൻഡ് ഓപ്പറേറ്റർ. അപ്പൊ ഇവിടെ നമ്മളിപ്പോ എക്ക് 1 എന്നും ബിക്ക് 0 എന്ന് കൊടുത്തു. ആൻഡ് എ ആൻഡ് ബി എന്താണ്, അത് കണ്ടീഷൻ എന്തായിരിക്കും, അത് ഫാൾസ് ആയിരിക്കും. ഓക്കെ, രണ്ട് കണ്ടീഷൻ നോൺ സീറോ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് ട്രൂ ആവത്തുള്ളൂ. ഇപ്പൊ എ എന്താണ് 1 ആണ്, ബി 0 ആണ്. അപ്പൊ രണ്ടും നോൺ സീറോ ആണ്. അപ്പൊ രണ്ടും എന്താണ് 1 ആണ്. അപ്പൊ എ ഈക്വൽ ടു ബി ഈക്വൽ ടു ബി ആണെങ്കിൽ ബി ഈക്വൽ ടു 1 ആണെങ്കിൽ എന്തായിരിക്കും, ആ ഒരു സമയത്ത് ഈ ഒരു കണ്ടീഷൻ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ട്രൂ ആയിരിക്കും. ഓക്കെ, ദിസ് കണ്ടീഷൻ വിൽ ബി ട്രൂ. അപ്പൊ ഇതാണ് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തതുപോലെ തന്നെ ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ ഉണ്ട്. അപ്പൊ ഈ ഒരു ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ എന്താണ്, if any of the two operand is non-zero, then the condition will become zero. Okay, അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നോൺ സീറോ ആണെങ്കിൽ എന്ത് ചെയ്യും, ഓർ ഓപ്പറേറ്റർ വർക്ക് ചെയ്യും. ഓക്കെ, ഓറിന്റെ ട്രൂത്തുകൾ ഓർക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് ഇപ്പോൾ എ ബി ഇതായിരിക്കും ഔട്ട്പുട്ട്. എ ഓർ ബി എങ്ങനെയാണ്, 0 0 0 1 1 0 1 1. രണ്ട് കണ്ടീഷനും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഓൺ ആണെങ്കിൽ 1 1 1. ഇതാണ് നമ്മുടെ ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. ഇത് ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആകുമ്പോൾ എന്തായിട്ട് മാറും, ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളിൽ ഇവിടെയൊക്കെ എന്തായിരിക്കും, ഇതുമൊക്കെ 0 ആയിരിക്കും, 0 0 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ആൻഡ് ഗേറ്റിന്റെ അതുപോലെ തന്നെ ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾസ്. അപ്പൊ ഈ ട്രൂത്ത് ടേബിൾ ബേസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോൾ ഓർ ഗേറ്റ് റെപ്രസെന്റ് നമ്മൾ രണ്ട് ലൈൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഈ ഒരു സൈഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പാരലൽ ലൈൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർ ഗേറ്റിനെ യൂസ് ചെയ്യും. നമ്മളിപ്പോ ചെക്ക് ചെയ്യും ചില ഫംഗ്ഷനുകളിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഞാൻ ഒരു പ്രോഗ്രാം കൊടുക്കുവാണ്. ഞാൻ എ ബി സി എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എ ബി സി കൊടുക്കുമ്പോൾ അവിടെ ഷോ 1 2 3, അതായത് ഇപ്പോൾ ഞാൻ എന്റെ കീബോർഡിൽ എയും ബിയും സിയും ഇങ്ങനെ 3 വേരിയബിൾസ് ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പൊ എ ഇൻപുട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേയിൽ 1 എന്ന് കാണിക്കണം. ബി എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണം, എനിക്ക് 2 എന്ന് കാണിക്കണം. സി കൊടുക്കുന്ന സമയത്ത് എനിക്ക് അവിടെ 3 എന്ന് കാണിക്കണം. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം എനിക്ക് ഡിസൈൻ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ശരിക്കും ഈ ഒരു ലൂപ്പിംഗ് കണ്ടീഷൻ നമ്മൾ കണ്ടീഷൻ യൂസ് ചെയ്യും. എൽസ് ഇഫ് എൽസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് യൂസ് ചെയ്യും. അപ്പൊ ആ കണ്ടീഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ശരിക്കും എ ആണോ ബി ആണോ നമ്മൾ എൻ്റർ ചെയ്തത് അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓർ ഫംഗ്ഷൻ ഒക്കെ അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഓർ ഓപ്പറേറ്റേഴ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഈ ഓർ ഫംഗ്ഷന്റെ ആപ്ലിക്കേഷൻ അവിടെ വരുന്നത്. ഇനി അതിൽ അടുത്ത ഓപ്പറേറ്റർ ദാറ്റ് ഈസ് ദ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ. ഓക്കെ, ലോജിക്കൽ നോട്ട് ഒരു കോംപ്ലിമെന്റ് സൈൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ്ക്ലമേറ്ററി സൈൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എയും ബിയും നോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിവേഴ്സ് ദ ലോജിക്കൽ സ്റ്റേറ്റ് ഓഫ് ആൻ ഓപ്പറാൻഡ്. ഓക്കെ, ലോജിക്കൽ സ്റ്റേറ്റ് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, റിവേഴ്സ് ചെയ്യാൻ അപ്പം സാധാരണ നമ്മള് നാൻഡ് ഒക്കെ യൂസ് ചെയ്യും. നാൻഡ് അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, നാൻഡ് ഇതിലിപ്പോ നാൻഡ് ഫംഗ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഉണ്ട്, പുറത്തൊരു നോട്ട്, ആ ഒരു ഓപ്പറേറ്റർ അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ then the logical not operator will make it false. Okay, condition true ആണെങ്കിൽ എന്ത് ചെയ്യും, അതിനെ false ആക്കും. false ആയിട്ടുള്ള കണ്ടീഷൻ എന്ത് ചെയ്യും, അത് true ആക്കും. അപ്പൊ ഒന്ന് റിവേഴ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, ലോജിക്കൽ നോട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ദാറ്റ് ഈസ് ദ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 3 ഉള്ളത്. പിന്നെ നാൻഡ് നോർ അങ്ങോട്ട് പോകണ്ട, ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഗേറ്റ്സ് നമുക്ക് ഗേറ്റ്സ് അല്ല ലോജിക്കൽ കൺസെപ്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, ബേസിക്സ് എന്ന് പറയുന്ന ആൻഡ് ഓർ നോട്ട് 3 കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി വരുന്ന ഓപ്പറേറ്റർ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഈ ഒരു ബിറ്റ് വൈസ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത, ഇതിപ്പോ ഇത്രയും ഓരോ ബിറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഫ്ലോട്ടിലും ഡബിളിലും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു ഫംഗ്ഷൻ അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത, നമ്മൾ സാധാരണ ഇപ്പോ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ ഒരു നമ്പർ ഉണ്ട്, ഇന്ത്യയിൽ a ഈക്വൽ ടു 525, p is equal to 100. ഈ ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ടോട്ടലി അല്ലേ നമ്മൾ സം ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഇത് ഓരോ നമ്പർ ആയിട്ട് നമ്മൾ സം ചെയ്യില്ലല്ലോ,
ഓരോ നമ്പറെ സം ചെയ്ത് നമുക്ക് ആൻസർ സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഇതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യും? ഇതിന്റെ കൂടെ 100 കൂടി ആഡ് ചെയ്ത് അതിനെ ഈക്വൽ ടു 625 എന്ന് എഴുതും. ഓക്കെ. അപ്പോൾ ശരിക്കും നമ്മളിവിടെ അഡിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് നമ്മളിവിടെ ചെയ്യുന്നത് 2, 5 പ്ലസ് 5 പ്ലസ് 0 5, 2 പ്ലസ് 0 2, 5 പ്ലസ് 1 6 എന്ന് വെച്ചാൽ ഓരോ നമ്പേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ആഡ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡ് ഉണ്ടോ, ഇതാണ് നമ്മളെ ശരിക്കും ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോ ഓരോ ബിറ്റ് ആയിട്ട്, കാരണം ഇത് ബൈനറി നമ്പേഴ്സ് ആണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ബിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഓപ്പറേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്ത് ചെയ്യും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, ഓരോ ഓപ്പറേറ്റേഴ്സും എന്ത് ചെയ്യും ചെക്ക് ചെയ്യും. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിൽ പ്രത്യേകിച്ചുണ്ട് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അപ്പൊ അതില് നമ്മൾ ഓരോ ബിറ്റും ഇപ്പൊ 0 1, ഇപ്പൊ ബിയുടെ ആദ്യത്തെ ബിറ്റ് 1, എയുടെ ആദ്യത്തെ ബിറ്റ് 0. ഓരോ ബിറ്റ് നമ്മളിവിടെ ഇപ്പോൾ ഓരോന്ന് അഡീഷൻ ഇങ്ങനെ പ്രൊസീജിയർ ചെയ്യുമല്ലോ, അപ്പൊ അതുപോലെ ഓരോ ഇതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് നോക്കുന്നത്. ആഡ് ചെയ്യുന്നതല്ല, നമ്മൾ എന്ത് ചെയ്യും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് തന്നെ ഇത് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ചെക്ക് ചെയ്യും. അപ്പൊ ഓരോ ബിറ്റിനെയും നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കറക്റ്റ് മനസ്സിലാക്കുക. ഇത് ശരിക്കും നമുക്ക് ഈ ഒരു അഡിഷൻ പ്രോസസ് അല്ല. ഞാനിപ്പോ നിങ്ങൾക്ക് അത് ഓവർനൈറ്റ് നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്ന ആ ഒരു രീതി കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു എക്സ്പ്രഷൻ എഴുതിയത്. നമുക്ക് ശരിക്കും ഇതിനകത്ത് ചെയ്യുന്ന അഡിഷൻ പ്രൊസീജിയർ ഒന്നും അല്ല, അഡിഷൻ അല്ല ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഓരോ ബിറ്റ് ആയിട്ട് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഓപ്പറേറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്തുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതിനകത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഓവർനൈറ്റ് നോക്കാം. അപ്പൊ ഇതിലെ ബിറ്റ് വൈസ് ഓപ്പറേറ്ററും ലോജിക്കൽ ഓപ്പറേറ്ററും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ ആൻഡ് ഒക്കെ ഡിഫൈൻ ചെയ്തപ്പോൾ രണ്ട് ആൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തത്. അപ്പൊ ഈ C++ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഓരോരുത്തർ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാംസ് ആണ്. അപ്പൊ അവര് ഇതില് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവരുടെ സൗകര്യം അനുസരിച്ചാണ് അവർ നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് ചിലപ്പോൾ ഈ ആൻഡ് ഓപ്പറേറ്ററും ബിറ്റ് വൈസ് ഓപ്പറേറ്ററും തമ്മിൽ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, അവരോട് ലോജിക്കൽ ഓപ്പറേറ്റർ ആൻഡിന് രണ്ട് ആൻഡ് സിമ്പിൾ കൊടുത്തു, ഓർ വന്നപ്പോൾ രണ്ട് ലൈൻസ് കൊടുത്തു. അപ്പൊ അങ്ങനെ നമ്മൾ മാറ്റി കൊടുക്കും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഇതില്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു മീനിങ് ആയിട്ടില്ല. അല്ലെങ്കിൽ രണ്ടെണ്ണം കൊടുത്ത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടി മാത്രം. അത്രേ ഉള്ളൂ. അല്ലാതെ എന്തുകൊണ്ട് രണ്ടെണ്ണം വന്നു, ഇവിടെ നിന്ന് ഒന്നേ വന്നു, അങ്ങനത്തെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മറുപടി അതിന് കറക്റ്റ് ഇല്ല. കാരണം അത് ഇതൊക്കെ നമ്മൾ നിർമ്മിച്ചെടുക്കും. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കിപ്പോ രണ്ടും തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് രണ്ട് പേര് കൊടുക്കില്ലേ, അപ്പൊ അതുപോലെ രണ്ട് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയേ ഉള്ളൂ. രണ്ട് അവിടെ എന്ത് രണ്ട് വന്നു ഇവിടെ ഒന്ന് വന്ന് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു റീസണിങ് അത് ഇല്ല. ഓക്കെ, അത് അവള് നിർമ്മിച്ചാലാണ് അവർ ചെയ്യുന്ന ഇതുപോലെ ഇരിക്കും. ഇതില് ഇപ്പൊ നമുക്ക് ഇനി ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് നോക്കാം. അപ്പൊ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഫംഗ്ഷൻ ഇപ്പോ a ഈക്വൽ ടു, ഈ ഫംഗ്ഷൻ ഇവിടെ ആദ്യം എഴുതുക. a ഈക്വൽ ടു എന്താണ് 0 0 1 1 1 1 0 0. ഓക്കെ, അതുപോലെ b എന്താണ്, b is equal to 0 0 0 0 1 1 0 1. ഓക്കെ, ഇങ്ങനെ എഴുതുക. ഇനിയാണ് നമ്മൾ ആൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെയൊക്കെ ആൻഡ് ഓപ്പറേറ്റർ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യും ചെക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്താൽ പോരാ, ഇത് ഓരോ ബിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ ആൻഡ് ഓപ്പറേറ്ററിലെ ആൻഡിന്റെ ട്രൂത്തുകൾ നമുക്കറിയാം. അതിൽ രണ്ട് കണ്ടീഷനും ഹൈ സ്റ്റേറ്റ് എത്തിയാൽ മാത്രമേ ഔട്ട്പുട്ട് എന്ത് ചെയ്യുള്ളൂ ഹൈ സ്റ്റേറ്റ് വരത്തുള്ളൂ. അപ്പൊ രണ്ട് കണ്ടീഷൻസ് എന്ത് ചെയ്യണം, അവിടെ ഹൈ സ്റ്റേറ്റിലോട്ട് മാറുന്ന സമയത്ത് മാത്രമേ ഔട്ട്പുട്ട് നമുക്കിവിടെ 1 വരത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ ബിറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ ബിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ഒന്നാമത്തെ ബിറ്റ് ചെക്ക് ചെയ്യുക, അത് രണ്ടാമത്തെ ബിറ്റ്, പിന്നെ ഓരോ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം ചെക്ക് ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ ബിറ്റ് ചെക്ക് ചെയ്ത സമയത്ത് 0യും 1ഉം ഔട്ട്പുട്ട് എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, 0. അപ്പൊ അടുത്ത 0 0 ഔട്ട്പുട്ട് എന്തായിരിക്കും, ആൻഡ് ഓപ്പറേറ്റർ ആണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ, ആൻഡ് ഓപ്പറേറ്റർ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യും 0 0 കിട്ടി. അടുത്ത് 1 1 കണ്ടീഷൻ വന്നു. അപ്പൊ നിങ്ങളോട് ആഡ് ചെയ്യാനല്ല പറയുന്നത്, ആ ഒരു കാര്യം കറക്റ്റ് ശ്രദ്ധിക്കുക. അഡിഷനും സബ്ട്രാക്ഷനും ഒന്നും ചെയ്യാനല്ല പറയുന്നത്. ഇതിനകത്ത് എന്ത് ചെയ്യും ഓരോ ബിറ്റ് ആയിട്ട് ആൻഡ് ഓപ്പറേറ്റർ ചെക്ക് ചെയ്ത് നോക്കുക, അതാണ് പറയുന്നത്. അടുത്ത് ഈ ഒരു ബിറ്റ് 1 1 വരുന്ന സമയത്ത് എന്തായിരിക്കും ഔട്ട്പുട്ട് നമുക്ക് അവിടെ 1 ആയിരിക്കും വരുന്നത്. മനസ്സിലായോ, ആൻഡ് ഓപ്പറേറ്ററിൽ രണ്ട് സ്റ്റേറ്റ് ഹൈ ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത എന്ത് കിട്ടും, അടുത്ത ബിറ്റ് ചെക്ക് ചെയ്ത് അതും 1 1 ആണ്, അതും എന്ത് കിട്ടും ഔട്ട്പുട്ട് 1 കിട്ടും. അടുത്ത് 1 0 ആണ്, ഔട്ട്പുട്ട് 0 ആവും. 1 0 അതും 0 ആണ്, ബാക്കി എല്ലാ ടേംസും എന്താണ് 0 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്ററിലെ ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഓരോ ബിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് ചെക്ക് ചെയ്ത് റിസൾട്ട് എടുക്കുക. ഓക്കെ, അതാണ് ഇവിടെ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഒന്നാമത് ആൻഡ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്ത് എന്ത് ചെയ്യണം ഓർ ഓപ്പറേറ്റർ, ബൈനറി ഓർ എന്ത് ചെയ്യാം ഓരോ ടേംസിലും ഓർ ഓപ്പറേറ്റർ നോക്കുക. അപ്പോൾ ഓറിന്റെ ട്രൂത്ത് ടേബിൾ അറിയില്ല, ഓറിന്റെ ട്രൂത്ത് ടേബിളിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും ഹൈ ആയിരിക്കും. നമുക്ക് ഓർ ഇൻപുട്ട് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇവിടെ 0 ഉണ്ട്. ഔട്ട്പുട്ട് എന്തായിരിക്കും 1 ആയിരിക്കും. കാരണം ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ മതി, ഓറിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും ഹൈ ആയിരിക്കും. അടുത്ത രണ്ടും എന്താണ് 0 ആണ്. ഔട്ട്പുട്ട് എന്താണ് ദാറ്റ് വിൽ ബി 0. 1 വന്നു, 1 വരും, 1 വരും, 1 1 0 0. ഇതാണ് എന്ത് ഇതിന്റെ ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് ദ ബൈനറി ഓറിന്റെ. ഓക്കെ, ഇവിടെയും ഓവർനൈറ്റ് എന്ത് ചെയ്യുക, ബിറ്റ്വീസ് ഓപ്പറേറ്ററിൽ ഓവർനൈറ്റ് ചെക്ക് ചെയ്ത് നോക്കുക, ഔട്ട്പുട്ട് എടുക്കുക. ഇനി ഇതുപോലെ തന്നെ അടുത്ത് XOR ഓപ്പറേറ്റർ ഉണ്ട്. അപ്പൊ XOR ഓപ്പറേറ്ററിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് വരുന്നത്? XOR ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അതിൽ രണ്ട് ഇൻപുട്ട് ഡിഫറെന്റ് ആവുന്ന സമയത്ത് മാത്രമേ ഔട്ട്പുട്ട് എന്ത് ചെയ്യത്തുള്ളൂ, ഹൈ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ട് ഇൻപുട്ടും XOR ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ വരച്ചു തരാം. XORന് A B Y 0 0 0 1 1 0 1 1 XOR ആണ് പറയുന്നത്. XOR അപ്പോൾ 0 0 അവിടെ 0 ആയിരിക്കും, അതുപോലെ 1 1 0 ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയിരിക്കും, ഒരു ഇൻപുട്ട് മാത്രം ഹൈ ആവുകയോ ലോ ആവുകയോ ചെയ്ത സമയത്ത് എന്തായിരിക്കും ഔട്ട്പുട്ട് നമുക്ക് അവിടെ 1 വരും, ഇവിടെ 1 വരും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യാം, ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് XOR ഗേറ്റിന്റെ നോക്കാം. ഇതിനകത്ത് 1 0 വന്നു, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണ്, ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. 0 0 ഔട്ട്പുട്ട് 0 ആയിരിക്കും. അത് 1 1 വന്നു, അതും ഔട്ട്പുട്ട് 0, ഔട്ട്പുട്ട് 0. ഡിഫറൻറ്റ് വന്നു, അവിടെ 1 വരും, ഇവിടെ 1 വരും, ഇവിടെ 0 വരും, ഇവിടെ 0 വരും. ഓക്കെ, കണ്ടോ, ഇതാണ് ഇവിടുത്തെ XOR ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി വൺ ഓഫ് ദി ഇൻപുട്ട് ഹൈ ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം ഹൈ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്തായിരിക്കും, അവിടെ നമുക്ക് ഹൈ ആയിരിക്കും. ഓക്കെ, അതാണ് ബൈനറി XOR ഓപ്പറേറ്റർ. ഇനി അതുപോലെ അടുത്ത് വൺസ് കോംപ്ലിമെന്റ് ഉണ്ട്. അപ്പൊ വൺസ് കോംപ്ലിമെന്റ് അറിയാലോ, നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഡിജിറ്റിന്റെ കൂടെ 1 അവിടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ അതാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് സൈൻ നമുക്ക് അവിടെ ലാസ്റ്റത്തെ ഡിജിറ്റ് അവിടുത്തെ സൈൻ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. ഓക്കെ, മൈനസ് ആണ് പ്ലസ് ആണ്. അത് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിന്റെ കോംപ്ലിമെന്റ് ഫംഗ്ഷൻ എടുക്കുന്ന മെത്തേഡാണ് എന്ത് വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ഈ ഒരു A എന്ന് പറയുന്നത് 60 ആണ്. ഇത് ബൈനറി നമ്മൾ നോക്കി ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് 60 കിട്ടും. ഇത് 13 ആണ്. അപ്പോൾ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ എന്താവും, ഇവിടെ നമുക്ക് -60 ആയിരിക്കും വരുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ വ്യത്യാസം, -16 വരും. ഇനി അടുത്ത ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് ഓപ്പറേറ്ററും അതുപോലെ തന്നെ റൈറ്റ് ഷിഫ്റ്റിംഗ് ഓപ്പറേറ്റേഴ്സും ഉണ്ട്. അപ്പൊ എന്താണ് ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് എന്ന് റൈറ്റ് ഷിഫ്റ്റിംഗ് നോക്കാം. ഇപ്പോൾ ഈ ഒരു ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഈ ലാസ്റ്റത്തെ ഡിജിറ്റിൽ നിന്ന് 2 ഡിജിറ്റ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇടത്തോട്ട് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ലെഫ്റ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോ A ഇരിക്കുന്ന എങ്ങനെയാണ്, 0 0 0 0 1 1 1 1 0 0. അപ്പോൾ 2 ഡിജിറ്റ് എന്ത് ചെയ്യുക, ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ ഈ 1 എവിടെ വരും, 2 ഡിജിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഒന്നാമത്തെ 1 ഒന്നാമത്തെ സ്ഥാനം സെക്കൻഡ് പ്ലേസ്, 2 ഷിഫ്റ്റ് ചെയ്തു. ഈ 1 എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഓക്കെ, 2 ഇവിടെ ഷിഫ്റ്റ് ചെയ്തു. അടുത്ത് ഈ 1 എന്ത് ചെയ്യും, അപ്പൊ ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് 0 എന്ത് ചെയ്യും, താഴെ നമ്മൾ ആഡ് ചെയ്തിട്ട് രണ്ട് പ്ലേസ് വാല്യൂ മാറ്റി എന്ത് ചെയ്യുക, കൊടുക്കുക. അത്രേ ഉള്ളൂ. ലാസ്റ്റ് ഡിജിറ്റ് 2 ഡിജിറ്റ് അങ്ങോട്ട് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക ലെഫ്റ്റിലോട്ട്. അത്രേ മാത്രമേ മീനിങ് ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് ഓപ്പറേറ്റർ. അപ്പൊ ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് നടത്തുന്ന സമയത്ത് ശരിക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ വാല്യൂസ് മാറുന്നുണ്ട്. അപ്പൊ ഇതിലിപ്പോ 2 പ്ലേസ് മാറ്റാൻ പറഞ്ഞത് ഇവിടെ 2 എന്ന് കൊടുത്തുകൊണ്ടാണ്. ഇപ്പോ 3 പ്ലേസ് മാറ്റാൻ പറഞ്ഞാൽ അവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ 3 കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതില് ഈ 2 സിമ്പിൾ, ഈ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, നമ്മൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ. അപ്പൊ അതിൽ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് വരും. ഇങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് ആണ്, തിരിച്ച് ഈ ഒരു ഡയറക്ഷനിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് റൈറ്റ് ഷിഫ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ A കഴിഞ്ഞിട്ട് ഈ ഒരു സിമ്പിൾ കൊടുത്ത് എത്ര നമ്പേഴ്സ് ആണ് കൊടുക്കുന്നത് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഷിഫ്റ്റ് ചെയ്യണം. അത് നമുക്ക് ചില എക്സ്പ്രഷൻസ് ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി ബൈനറി എക്സ്പ്രഷൻ തന്നെയാണ്. ബൈനറി എക്സ്പ്രഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇത് യൂസിങ് ഉണ്ട്. ഓക്കെ, നോർമൽ സാധാ കാൽക്കുലേഷൻ വേണ്ട, ബൈനറി എക്സ്പ്രഷൻ സോൾവ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഷിഫ്റ്റിംഗ് ഓപ്പറേറ്റർ. അപ്പൊ ഇത് ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് ആണ്, തിരിച്ചു വരുന്ന എന്തായിരിക്കും, അതുപോലെ റൈറ്റ് ഷിഫ്റ്റിംഗ് വരാം. അപ്പൊ ഇവിടെ നമ്പർ എത്ര കൊടുക്കുന്നുണ്ടോ അതനുസരിച്ച് നമുക്ക് ഷിഫ്റ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ഒരു ഡിജിറ്റ് മാറ്റിയാൽ മതിയെങ്കിൽ 1 കൊടുക്കുക, അല്ലെങ്കിൽ 3 2 അങ്ങനെ എന്ത് ചെയ്യാം, ആവശ്യമുള്ള ഡിജിറ്റ് അവിടെ കൊടുക്കുക. അതാണ് ഷിഫ്റ്റിംഗ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ അസൈൻ ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പൊ ഈ ഒരു അസൈൻ ഓപ്പറേറ്റർ മീൻസ് ഈ ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ശരിക്കും മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്ത് ഈ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്ത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ മാത്സിൽ ഇപ്പോ മാത്സ് എന്നല്ല ഉദ്ദേശിക്കുന്ന മാത്തമെറ്റിക്കൽ ആ ഒരു സെൻസിലാണ്. ഇപ്പോൾ y ഈക്വൽ ടു a പ്ലസ് b, ഇതിന്റെ മീനിങ് എന്താണ്,
എ പ്ലസ് ബിയുടെ വാല്യൂ ഇപ്പൊ എക്ക് 1 എന്നും ബിക്ക് 2 എന്നും ആണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ സേവ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒയിൽ സ്റ്റോർ ചെയ്യുക. അപ്പൊ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, ആദ്യം ഒയ് വെറും ഒരു വേരിയബിൾ ആണ്, അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. പക്ഷെ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോൾവ് ചെയ്യുന്ന റിസൾട്ട് ആണ് എന്ത് ചെയ്യുക അതിനകത്തോട്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഒരു കാര്യം കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിമ്പിൾ ബന്ധത്തിന് എക്സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എക്സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടി ഈക്വൽ ടു ബൈ റൂട്ട് എൽ ബൈ ജി എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അവിടെ നമ്മൾ ശരിക്കും കണ്ടുപിടിക്കുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ ജിക്ക് അതുവരെ നമുക്കൊരു വാല്യൂ ഇല്ല. പക്ഷേ നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ അതിന് റെക്കോർഡിംഗ് എല്ലാം ചെയ്ത് കാൽക്കുലേഷൻ എല്ലാം ചെയ്ത് നമ്മൾ ലാസ്റ്റ് ജി ഈസ് ഈക്വൽ ടു 9.8 എന്നൊരു നമ്മൾ എന്ത് ചെയ്യും അവിടെ എഴുതുന്നത്. ജി ഈസ് ഈക്വൽ ടു 9.8 എന്ന് എഴുതും. അപ്പൊ ആ സമയത്ത് ശരിക്കും എന്താണ് ജിയിലോട്ട് ഈ ഒരു വാല്യൂ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യപ്പെടും. പിന്നീട് നമ്മൾ എപ്പോൾ നോക്കിയാലും ജിക്ക് ഏത് വരെയാണ് വരുന്നത്, നമ്മളാ പറഞ്ഞ 9.8 ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോ പ്രോബ്ലം സെക്ഷനിലൊക്കെ ചില സമയത്ത് ചില കോൺസ്റ്റന്റ് വാല്യൂസ് നമ്മൾക്ക് ഡിറ്റർമിൻ ചെയ്തെടുക്കാൻ പറയും. ഓക്കെ, പ്രോബ്ലം സെക്ഷൻ വരുന്ന സമയത്ത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടെത്തിക്കും. അത് നമുക്കൊരു കെ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കെയുടെ കോൺസ്റ്റന്റ് വാല്യൂ ഇന്നതാണ്, നമ്മൾ എന്ത് ചെയ്യും അവിടെ അസൈൻ ചെയ്യും. അതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് ഉദ്ദേശിച്ചത്. അസൈൻ ചെയ്യുക, ആ ഒരു വാല്യൂ ആ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ആ ഒരു വേരിയബിൾ ടോട്ടലി ആ ഒരു വാല്യൂസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അതിനകത്ത് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസൈനിങ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ഈ ഒരു ഈക്വൽ ടു സൈൻ, ഇത് അസൈനിങ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഈ ഒരു സിമ്പിൾ അസൈൻഡ് ഓപ്പറേറ്റർ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നോർമലി സാധാരണ ഡിവിഷനിൽ ചെയ്യുന്ന പോലെ അഡീഷനിൽ ചെയ്യുന്ന പോലെ തന്നെ ഇത് എന്ത് ചെയ്യും, എയും ബിയും ആഡ് ചെയ്യും, വാല്യൂവിനടുത്ത് എന്ത് ചെയ്യും സിയിലോട്ട് സ്റ്റോർ ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ സി എവിടെ നോക്കിയാലും സിയുടെ വാല്യൂ എന്തായിരിക്കും, എ പ്ലസ് ബിയുടെ വാല്യൂ ആയിരിക്കും. ഇപ്പൊ എ 5 ആണ്, ബി 10 ആണെങ്കിൽ സിയുടെ വാല്യൂ എന്തായിരിക്കും 15 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യുന്നു, ഇതിനടുത്ത് എന്ത് ചെയ്യുന്നു ഈ ഒരു ഡയറക്ഷനിലോട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് ആഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഈ ഒരു ആഡ് അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ ശരിക്കും ഇവിടെ നടക്കുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ നേരത്തെ ഒരു വാല്യൂ പറഞ്ഞല്ലോ, സി ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പൊ അതുപോലെ തന്നെ ഇതിലിപ്പോ സിക്ക് ഇതിനകത്തൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, സി ഇവിടെ നമ്മളിപ്പോ ആഡ് ചെയ്തപ്പോൾ നമുക്ക് സിക്ക് ഒരു 15 എന്നൊരു വാല്യൂ കിട്ടി. എനിക്ക് 15ന്റെ കൂടെ ഇനി ഒരു നമ്പർ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ അത് ചെയ്യുന്ന ഈ ഒരു ഓപ്പറേറ്റർ ചെയ്യുന്ന ഈ ആഡ് ഓപ്പറേറ്റർ ചെയ്യുന്നത് ഇവിടെ ശരിക്കും ഈ ഒരു എക്സ്പ്രഷൻ ആണ് അവിടെ യൂസ് ചെയ്തത്. സി ഈസ് ഈക്വൽ ടു സി പ്ലസ് എ. അതായത് സിയിൽ ഇപ്പോൾ നമുക്കൊരു 15 എന്നൊരു വാല്യൂ ഉണ്ട്. ഈ കിടക്കുന്ന വാല്യൂന്റെ കൂടെ വീണ്ടും എന്ത് ചെയ്യും, ഒരു എയുടെ വാല്യൂ, ഇപ്പൊ എക്ക് ഒരു 1 ആണെങ്കിൽ ഈ വാല്യൂ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, അതായത് സിയുടെ വാല്യൂ ടോട്ടലി നമുക്കിപ്പോ അവിടെ ഉണ്ട്. സിയുടെ വാല്യൂ ഓൾറെഡി അവിടെ ഉണ്ട്. അല്ല സി ഇപ്പോൾ വാല്യൂ ഇല്ലാതിരിക്കുവല്ല, അല്ലെങ്കിൽ സീറോ എന്ന് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു വാല്യൂ ഉണ്ടെന്ന് വെച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ വാല്യൂ ഉണ്ട്. ഈ ഉള്ള വാല്യൂന്റെ കൂടെ എയുടെ വാല്യൂ കൂടെ ആഡ് ചെയ്തിട്ട് എന്തിൽ തന്നെ സ്റ്റോർ ചെയ്യും, സിയിൽ തന്നെ സ്റ്റോർ ചെയ്യും. അപ്പോൾ സിയുടെ വാല്യൂ ഇപ്പൊ എന്തായിട്ട് മാറി, സിയുടെ വാല്യൂ ഇപ്പോൾ എക്ക് 1 ആണ്, സിയുടെ വാല്യൂ 15 ഉണ്ടായിരുന്നു. സി പ്ലസ് എ കൊടുത്ത സമയത്ത് എന്തായിട്ട് മാറി, സിയുടെ വാല്യൂ അവിടെ 16 എന്നായിട്ട് മാറി. മനസ്സിലായോ അത്? അതായത് സിക്ക് ഇപ്പോ ഒരു വാല്യൂ ഉണ്ട്, ഉള്ള വാല്യൂന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു, എ എന്ന് പറയുന്ന അതിന്റെ വാല്യൂ കൂടി ആഡ് ചെയ്യുന്നു. ഓക്കെ, ആഡ് ചെയ്താൽ സിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ അതാണ് സി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്ലസും ഈക്വൽ ടു വരുന്ന ആൻഡ് അസൈൻഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് it will adds the right operand to the left operand and assign the value result to be in the left operand. അപ്പൊ ഇതിലെ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു സി ആണ് ഓപ്പറാൻഡ്, ആൻഡ് ഈ എ എന്ന് വെച്ചാൽ റൈറ്റ് ഓപ്പറാൻഡ് ആണ്. അപ്പോൾ റൈറ്റ് ഓപ്പറാൻഡ് കിടക്കുന്നത് എന്ത് ചെയ്യും, സിയിലോട്ട് ആഡ് ചെയ്യപ്പെടും. ആഡ് ചെയ്തിട്ട് അത് സിയിൽ തന്നെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതിൽ തന്നെ സ്റ്റോർ ചെയ്യും. അപ്പൊ നിങ്ങൾ അങ്ങനെ പഠിക്കാനല്ല, സി എന്ന് പഠിക്കല്ല. ഇതിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് സി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഉള്ള അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതിനെ എടുത്ത് റൈറ്റ് സൈഡിലോട്ട് ആഡ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ എന്ത് ചെയ്യും, അത് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് സബ്ട്രാക്ട് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സബ്ട്രാക്ട് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അപ്പൊ ഇതില് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ എന്തായിരിക്കും, സബ്ട്രാക്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതില് നമുക്കിനി എന്ത് ചെയ്യാം, സി മൈനസ് ഈക്വൽ ടു എ. ഓക്കെ, അപ്പൊ അതാണെങ്കിൽ എന്ത് ചെയ്യും, സിയിലുള്ള ഫംഗ്ഷനിൽ നിന്നും എ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 15 ആണ് സിയിൽ ഉണ്ടായിരുന്നത്, എയുടെ വാല്യൂ 1 ആണ്. അപ്പൊ സിയിൽ നിന്ന് എന്ത് ചെയ്യും, 1 കുറയ്ക്കും. ഓക്കെ, എ കുറയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, സിയിൽ തന്നെ സ്റ്റോർ ചെയ്യും. മനസ്സിലായോ അത്? സിയിൽ തന്നെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അപ്പൊ നമ്മുടെ വാല്യൂ എന്തായിട്ട് മാറും, സിയുടെ വാല്യൂ 14 ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു സബ്ട്രാക്ട് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ ഈക്വൽ ടു സൈനെ പറയുന്നതാണ് അസൈൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പൊ ഇത് മാറുന്ന ആൻഡ് അസൈൻഡ് ഓപ്പറേറ്റർ ഉണ്ട്, സബ്ട്രാക്ട് അസൈൻഡ് ഓപ്പറേറ്റർ ഉണ്ട്, മൾട്ടിപ്ലൈ ആൻഡ് അസൈൻഡ് ഓപ്പറേറ്റർ ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ,
ഇനി അടുത്ത് മൾട്ടിപ്ലൈ ഓപ്പറേറ്റർ എന്തായിരിക്കും? മൾട്ടിപ്ലൈ ഓപ്പറേറ്ററും ഇതുപോലെ തന്നെ സിയിലുള്ള വാല്യൂസുമായിട്ട് എ മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? സിയിൽ തന്നെ സ്റ്റോർ ചെയ്യും. നിങ്ങൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. സിയിലുള്ള ഓപ്പറേറ്ററിനെ എയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്തത് കിട്ടുന്ന റിസൾട്ടിനെ എടുത്ത് എന്ത് ചെയ്യുന്നു? അത് സിയിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. അത് അവിടെ മെമ്മറിയിൽ നടന്നോളും. സ്റ്റോറിംഗ് അവിടെ മെമ്മറി നടക്കും. നമ്മൾ പ്രോഗ്രാം എൻട്രി കൊടുത്താൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ സിയിൽ ഇപ്പോൾ ഒരു വാല്യൂ ഉള്ളതിനെ എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ സി 5 ആണ്, എയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ സി ഇൻറ്റു എ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു 5 കിട്ടും, 10 കിട്ടും. ഈ 10 എടുത്ത് എന്ത് ചെയ്യും? സിയിൽ സ്റ്റോർ ചെയ്യും. പിന്നീട് സിയുടെ വാല്യൂ അവിടെ ഈ ഒരു 10 ആയിരിക്കും. ഓക്കെ, 10 ആയി. അതുപോലെ തന്നെ ഡിവിഷൻ, ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യുക. ദെൻ അടുത്ത് മോഡുലസ് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. ഇതിൽ എന്താ ചെയ്യുന്നത്? മോഡുലസ് ആൻഡ് ചെയ്യുന്നത് ഇതിനെ ഡിവൈഡ് ചെയ്യും. സിയുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ മോഡുലസ് വാല്യൂ കിട്ടുമല്ലോ, ആ മോഡുലസ് വാല്യൂ എന്ത് ചെയ്യും? സിയിലോട്ട് അസൈൻ ചെയ്യും. അത്രേ ഉള്ളൂ. അടുത്ത ഇതുപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്ററും റൈറ്റ് ഷിഫ്റ്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കേസ് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. ഇപ്പൊ 2 പ്ലേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് സിയിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ ഇതിലെല്ലാം ഈ ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ കംപ്ലീറ്റ് ഇത് തന്നെയാണ്. എന്ത് ചെയ്യുക? നമ്മൾ പറയുന്ന ഓപ്പറേറ്റർ ഫംഗ്ഷൻ ആയിരിക്കുന്നതുമായിട്ട് ചെയ്യുക. ചെയ്തിട്ട് അതിൽ തന്നെ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ അത്രയും മാത്രമേ അതിനകത്ത് മീനിങ് വരുന്നുള്ളൂ. ദെൻ അതേപോലെ തന്നെ ബിറ്റ്വീസ് ആൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ബിറ്റ്വീസ് എക്സ്ക്ലൂസീവ് ഓർ ഉണ്ട്. ദെൻ ബിറ്റ്വീസ് എക്സ്ക്ലൂസീവ് ഓർ ഉണ്ട്, ഇൻക്ലൂസീവ് ഓർ ഉണ്ട്. ഓക്കെ, എല്ലാം സെയിം തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നും ഇല്ല. എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പറേറ്റർ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറേറ്റർ എന്ത് ചെയ്തു? റൈറ്റ് സൈഡിലുള്ള ഓപ്പറേറ്ററുമായിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നു. ചെയ്തതിനു ശേഷം ലെഫ്റ്റ് സൈഡിൽ തന്നെ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ വരുന്നത്. ഇതൊക്കെ എക്സാമിനേഷൻ ചോദിക്കാം. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്താണ്? ബിറ്റ്വീസ് ഓപ്പറേറ്റർ എന്താണ്? അപ്പൊ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇതുപോലെ ഒരു ബോക്സ് ഒക്കെ വരച്ച് ഈ എക്സാമ്പിളൊക്കെ കൊടുത്ത് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, എക്സാമിനേഷൻ ചോദിക്കും. വാട്ട് ആർ ദ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഇൻ C++? ഓക്കെ, അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ വാട്ട് ആർ ദ ബിറ്റ്വീസ് ഓപ്പറേറ്റേഴ്സ് ഇൻ C++? ഇങ്ങനെയൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യാം? അവിടെ കറക്റ്റ് ഇതുപോലെ എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്നത് ദാറ്റ് ഈസ് ദ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, ഇൻക്രിമെന്റ് ഡിക്രിമെന്റ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ലൂപ്പിംഗ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞല്ലോ. ഇഫ് എന്ന് പറഞ്ഞിട്ട് ഇഫ് ഉണ്ട്, എൽസ് ഇഫ് ഉണ്ട്, അതുപോലെ തന്നെ വൈൽ ഉണ്ട്, ഡു വൈൽ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള വി ഹാവ് ടു ലൂപ്പിംഗ് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ലൂപ്പിംഗ് ഒരു പ്രോഗ്രാം ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടിന്യൂസ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ലൂപ്പിംഗ് കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ടൈം വരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നവരെ അത് എന്ത് ചെയ്യണം? ലൂപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ കണ്ടീഷൻസ് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യുന്നവരെ. അപ്പൊ അതിനാണ് ലൂപ്പിംഗ് കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ലൂപ്പിംഗ് കണ്ടീഷൻസ് യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡിക്രിമെന്റ് വാല്യൂ അല്ലെങ്കിൽ ഇൻക്രിമെന്റ് വാല്യൂസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിക്രിമെന്റ് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് വാല്യൂ എന്താ ചെയ്യുന്നത്? നമ്മൾ എന്താണോ ഇരിക്കുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവിടെ എക്ക് ഇപ്പോൾ 10 എന്നാണ് ഇരിക്കുന്നത്. ഈ ഒരു എക്സാമ്പിളിൽ എയുടെ വാല്യൂ 10 ആണ്. അപ്പോൾ 10 ഉണ്ടെങ്കിൽ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് പ്ലസ്, ആ പ്ലസ് പ്ലസ് സൈനാണ് എന്ത്? ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. പ്ലസ് പ്ലസ് 2 പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻക്രിമെന്റ് ആണ്. ഒരു പ്ലസ് കൊടുക്കുന്ന സമയത്ത് അത് അഡിഷൻ ആണ്. 2 പ്ലസ് കൊടുക്കുന്ന സമയത്ത് എന്താവും? അതവിടെ ഇൻക്രിമെന്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇൻക്രിമെന്റ് ഫംഗ്ഷൻ കൊടുക്കുന്ന സമയത്ത് എന്താ കിട്ടുന്നത്? ഇൻക്രിമെന്റ് ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ അതിന്റെ വാല്യൂ 1 കൂടും. അപ്പൊ 2 പ്ലസ് കിടക്കുന്നത് പറഞ്ഞ് 2 പ്രാവശ്യം കൂട്ടി വെക്കല്ലേ. 2 പ്ലസ് ഒറ്റ മീനിങ് ആണ്. ഓപ്പറേറ്ററിന്റെ സൈൻ ആണ് അത്. ഓക്കെ, 2 പ്ലസ് കിടക്കുന്നു, ഇനി 3 പ്ലസ് ഇട്ട് അത് 3 പ്രാവശ്യം കൂടും എന്നൊന്നും വിചാരിച്ചു വെക്കല്ലേ. അത് പറയുന്നത് എന്താണ്? 2 പ്ലസ് വന്നു കഴിഞ്ഞാൽ അത് ആ ഒരൊറ്റ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ആൻഡ് കണ്ടില്ലേ? അതുപോലെ അല്ലെങ്കിൽ 2 ഈക്വൽ ടു വരുന്ന സമയത്തല്ലേ നമുക്ക് അവിടെ ഈക്വൽ ടു ആവത്തുള്ളൂ. നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ നമ്പേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ടേംസ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് കീബോർഡ്സിലുള്ള കീകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? C++'നകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഉള്ളതിനെ കൊണ്ട് എന്ത് ചെയ്യുക? ഉള്ളതിനെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. അതാണ് C++ൽ അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ചെയ്യുന്നത്. അല്ല നമുക്കിപ്പോ ഇതിന് വേണ്ടി പുതിയൊരു സിമ്പിൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഈ കീബോർഡ് ഇല്ലാത്ത എന്തെങ്കിലും ഫംഗ്ഷൻ, കീബോർഡ് ഇല്ലാത്ത ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. ഓൾട്ട് ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇഷ്ടംപോലെ കോഡ്സ് കിട്ടും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഓൾട്ട് കോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സിമ്പിൾസ് അതിനകത്ത് വരും. കോംപ്ലിമെന്റ് ഉണ്ട്, അതിനകത്ത് സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ് അങ്ങനെയൊക്കെ ഒരുപാട് സൈനുകളുണ്ട്. ദെൻ ഒരുപാട് യൂണിക്കോഡിനകത്ത് ഇഷ്ടംപോലെ സൈൻ ഉണ്ട്. ആസ്കി കോഡ്സിനകത്ത് ഒരുപാട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ആസ്കി കോഡ്സിനെ കുറിച്ച്. അപ്പൊ അതിനകത്ത് ഒരുപാട് സൈനുകളുണ്ട്. ഓക്കെ, അതിനകത്ത് തന്നെ ഓൾട്ട് കോഡ് സൈനുകൾ വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം എൻട്രി ചെയ്യുന്ന സമയത്ത് യൂസറിന് എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ പ്രോഗ്രാംസ് എൻട്രി ചെയ്യാനും പഠിച്ചെടുക്കാനും പറ്റണം. അപ്പൊ അതൊരു യൂസർ ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഉള്ള സിമ്പലുണ്ട്. ഇപ്പൊ നമ്മൾ കീബോർഡിൽ ഏകദേശം ഒരു 101 കീസ് ഉണ്ട്. ആ കീസിലുള്ള എല്ലാ സൈനും യൂസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് ഇപ്പോ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇൻക്രിമെന്റിനൊക്കെ പ്രത്യേകിച്ച് ഒരു നമ്പർ കൊടുക്കാതെ ഈ 2 പ്ലസ് പ്ലസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2 പ്ലസ് പ്ലസ് ഒറ്റ സെൻസിൽ എടുക്കുക. അതാണ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ എ പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം എന്ത് ചെയ്യും? അത് ഇൻക്രിമെന്റ് ചെയ്യും. അതുപോലെ തന്നെ ഡിക്രിമെന്റ് ആണെങ്കിൽ 2 മൈനസ് സൈനായിരിക്കും യൂസ് ചെയ്യുന്നത്. ആ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്? ഇറ്റ് വിൽ ഡിക്രിമെന്റ് ദ വാല്യൂ ബൈ 1. ഇപ്പോൾ എയുടെ വാല്യൂ 10 ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യും? അത് ഒരു പ്രാവശ്യം കുറയ്ക്കും.
അപ്പൊ 2 പ്രാവശ്യം കുറയ്ക്കണമെങ്കിൽ ഇത് നമ്മൾ ലൂപ്പിനകത്ത് കയറ്റിയതിന് ശേഷം അത് നമുക്ക് 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ സബ്ട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുള്ളൂ. അല്ല ഇതിനകത്ത് ഇപ്പോ ഒരുപാട് പ്ലസ് ഉണ്ട്. ഇപ്പൊ എ പ്ലസ് ഇങ്ങനെ ഇട്ട് പോയതും പറഞ്ഞുകൊണ്ട് ഒന്നും എന്ത് ചെയ്യത്തില്ല, കുറയത്തില്ല. അതൊക്കെ എറർ കാണിക്കും. ഓക്കെ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഗ്രാംസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യണം. ഓപ്പറേറ്റേഴ്സ് എല്ലാം അതിൽ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക. ഇല്ലെങ്കിൽ കറക്റ്റ് അവിടെ എറർ കാണിക്കും. കാരണം നമ്മൾ ആദ്യം തന്നെ യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എന്ന ഫോർമാറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് IOStream ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡർ ഫയൽസ് കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് അതൊക്കെ ലൈബ്രറി ഫയൽസ് ആണ്. നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതൊക്കെ ലൈബ്രറി ഫയൽസ് ആണ്. ഈ ലൈബ്രറി ഫയൽസിനകത്ത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് പ്രൊസീജിയർ, അല്ലെങ്കിൽ ഈ സൈൻ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഓൾറെഡി എന്ത് ചെയ്യുന്നു, മെഷീൻ കോഡ്സിൽ ആ ഒരു പ്രോഗ്രാമർ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനകത്ത് പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പറേറ്റേഴ്സിനെ ഒന്നും മാറ്റാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യം കറക്റ്റ് അവിടെ ശ്രദ്ധിച്ചു വേണം പ്രോഗ്രാംസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതാണ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. ഇതില് ഈ ഒരു ഇൻക്രിമെന്റ് ഓപ്പറേറ്ററും ഡിക്രിമെന്റ് ഓപ്പറേറ്ററും നമുക്ക് സൈൻ വേണമെങ്കിൽ ഫ്രണ്ടിലോ ബാക്കിലോ ഇടാം. ഓക്കെ. ആദ്യം ഇട്ടാലും തിരിച്ചിട്ടാലും എന്ത് ചെയ്യും, അവിടെ മീനിങ് അവിടെ എന്തായിരിക്കും, അവിടെ സെയിം ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഇനി അതർ ഓപ്പറേറ്റേഴ്സ്, രണ്ട് ഓപ്പറേറ്റേഴ്സ് കൂടി ഉണ്ട്. അപ്പൊ അതിൽ ഒന്നാണ് ദാറ്റ് ഈസ് കണ്ടീഷണൽ എക്സ്പ്രഷനും മറ്റൊന്ന് ഈ ഒരു കോമ അത് യൂസ് ചെയ്തൊരു എക്സ്പ്രഷൻ. അപ്പൊ ഇതിൽ ഈ കണ്ടീഷണൽ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ കണ്ടീഷൻസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടീഷൻ എക്സ്പ്രഷൻ നമ്മൾ അവിടെ യൂസ് ചെയ്യും. അപ്പൊ കണ്ടീഷൻ എക്സ്പ്രഷൻ വെച്ച് ഇപ്പൊ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പൊ അതില് നമ്മൾ ആ ഒരു കോഡ് കണ്ടോ, ഇതിലിപ്പോ ഈ ഒരു വാല്യൂ, ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ അവിടെ യൂസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഈ ഒരു കോളൻ സൈനോട് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എക്സ്പ്രഷൻ നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട്. എക്സ്പ്രഷൻ 1, എക്സ്പ്രഷൻ 2 എക്സ്പ്രഷൻ 1 നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തു. അടുത്ത എക്സ്പ്രഷൻ എന്ത് ചെയ്തു, അവിടെ ആ കോളൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തു. മൂന്നാമത്തെ എക്സ്പ്രഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ഈ ഒരു വാല്യൂ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ചെയ്യേണ്ടത് ദാറ്റ് ഈസ് ഫിഗർ നോക്കുക. ഇപ്പൊ രണ്ട് കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ആദ്യം എന്ത് ചെയ്യും, ആദ്യം എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ വേരിയബിൾ ഫംഗ്ഷൻ പറയുന്ന എക്സ്പ്രഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു കോളത്തിൽ കണ്ട എക്സ്പ്രഷൻ ആണ്. എക്സ്പ്രഷൻ എന്താണ്, എക്സ് ലെസ് ദാൻ വൈ. എക്സ് എന്താണ്, വൈയെ കാട്ടി ലെസ് ദാൻ ആണ്. ചെക്ക് ചെയ്യും. എക്സ് ലെസ് ആണോ ലെസ് ദാൻ വൈ ആണോ ചെക്ക് ചെയ്യും. അവിടെ എന്ത് ചെയ്യും, വൈ നോക്കും ആദ്യം, സോറി എക്സ് നോക്കും. എക്സ് ശരിയാണോ, ചെറുതാണോ, ഇവിടെ എന്താണ് സെയിം ആണ്, അല്ലെങ്കിൽ ട്രൂ ആണ്. ഓക്കെ. എക്സ് ഈക്വൽ ടു 5, വൈ ഈക്വൽ ടു 9 അല്ലേ. അപ്പോ എക്സ് എന്ന് വെച്ചാൽ എന്താണ്, വൈയെ കാട്ടി ചെറുതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അങ്ങനെയാണെങ്കിൽ എമ്മിന്റെ വാല്യൂ എന്ത് കൊടുക്കണം, എമ്മിന്റെ വാല്യൂ അവിടെ എക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ശരിക്കും വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യം എക്സ്പ്രഷൻ നോക്കും. ഓക്കെ. എക്സ്പ്രഷൻ നോക്കും. എക്സ്പ്രഷൻ നോക്കിയിട്ട് ഏതാണോ കറക്റ്റ്, ആ കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യുക, അവിടെ പ്രോസസ് ചെയ്ത് കാണിക്കുക. അതാണ് കണ്ടീഷണൽ എക്സ്പ്രഷൻ, കണ്ടീഷണൽ ചെക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്കിപ്പോ ഇതിലിപ്പോ ആദ്യം എക്സ്പ്രഷൻ എക്സ് ലെസ് ദാൻ വൈ, എക്സ് വൈയെ കാട്ടി ലെസ് ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ചെക്ക് ചെയ്ത് നോക്കുക, ആ ഒരു മീനിങ് എടുക്കുക ക്വസ്റ്റ്യൻ മാർക്ക്. അതിനുശേഷം വൈ ഔട്ട്പുട്ടിൽ കൊടുക്കണോ, എക്സ് ഔട്ട്പുട്ട് കൊടുക്കുന്നു, ഇതാണ് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ഇത് എക്സ്പ്രഷൻ തിരിച്ചാൽ എന്ത് ചെയ്യും, വൈ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പുറത്ത് വരുന്നത്. ഓക്കെ. അതാണ് അവിടുത്തെ മീനിങ് വരുന്നത്. ഇനി ഇതിൽ സൈസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ഈ സൈസ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എ എന്ന് പറയുന്ന ഇന്റിജറിന്റെ സൈസ് എത്രയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. സൈസ് ഓഫ് എ. അപ്പൊ ഇന്റിജറിന് എത്രയാണ് വാല്യൂ കിടക്കുന്നത്, ആ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ റിട്ടേൺ ചെയ്യും. ഓക്കെ. ആ ഒരു ഇന്റിജറിന്റെ സൈസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത്. മറ്റൊന്നാണ് ഈ കോമ സൈൻ. അപ്പൊ ഈ കോമ സൈൻ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്തായിരിക്കും, അത് ഓരോ എക്സ്പ്രഷൻ ഏതാണോ ആദ്യം സോൾവ് ചെയ്യേണ്ടത് അത് സ്റ്റോർ ചെയ്ത് ചെയ്യുക. അത് എക്സ് നമ്മൾ 5 ഒന്ന് അസൈൻ ചെയ്യുന്നു, കോമ ആ ഒരു ഫംഗ്ഷൻ, അത്ര മീനിങ്ങേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ആദ്യം പ്രോഗ്രാം എന്ത് ചെയ്യും, ആദ്യം എക്സിന് 5 എന്ന് സെറ്റ് ചെയ്യും, അടുത്ത് ഒയ്ക്ക് 9 എന്ന് സെറ്റ് ചെയ്യും, ദെൻ എക്സ് പ്ലസ് ഒയ് ചെയ്യും. ഓക്കെ. ജസ്റ്റ് ആ ഒരു സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു ഓപ്പറേഷൻ ഇങ്ങനെ പെർഫോം ചെയ്യണം, ആദ്യം എന്ത് സ്റ്റോർ ചെയ്യണം എന്ന് നോക്കാനായിട്ട് എന്ത് ചെയ്യണം, അത് ചെയ്യുന്നത്. നമ്മൾ സാധാരണ എഴുതുന്ന പോലെ നമ്മൾ എക്സ് ഈക്വൽ ടു 5 എടുക്കും, അത് വൈ ഈക്വൽ ടു 9 എടുക്കും, നമ്മൾ എന്തെങ്കിലും ലാസ്റ്റ് തന്നെ ആഡ് ചെയ്തെടുക്കും. അതേ മീനിങ് തന്നെ അത് ആ ഒരു ഓപ്പറേഷന്റെ ആ ഒരു രീതി, അല്ലെങ്കിൽ ആ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് രീതി കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, ആ ഒരു ഓപ്പറേറ്റർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇത് കോമ സൈൻ ആണ്, ഒരു കോമ സൈൻ ഉണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കും കോളനും ആണ്. ഇതെന്താണ്, സൈസ് ഓഫ് വെച്ച് ബ്രാക്കറ്റിൽ. അപ്പൊ അതിൽ ആ ഒരു വേരിയബിളിന്റെ സൈസ് എത്രയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. സൈസ് അതിന്റെ ലെങ്തോ അല്ലെങ്കിൽ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ.
പിന്നെ ഇതില് ഓരോ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ ഓപ്പറേറ്റേഴ്സിനും ഇത് എങ്ങോട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ഒരു കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഓരോ ഓപ്പറേറ്റേഴ്സും ഏതൊരു ഡയറക്ഷനിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ഡയറക്ഷനായിരിക്കും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും നമ്മൾ സാധാരണ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് അങ്ങനെ ചിലത് മാത്രം എന്ത് ചെയ്യുന്നു അത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു കോളം ജസ്റ്റ് നോക്കി വെച്ചിരിക്കുന്നത് എക്സാമിനേഷൻ ഇങ്ങനെ ചോദിക്കാറില്ല. നിങ്ങൾക്ക് പ്രോഗ്രാം പഠിക്കുന്നതുകൊണ്ട് ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനകത്ത്. ഓക്കെ. അത് പ്രത്യേകിച്ച് അങ്ങനെ കാണാതെ പഠിച്ച് വെക്കണമെന്നൊന്നുമില്ല ഈ ഒരു കോളം. ഓക്കെ. പക്ഷേ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ അതിലും ഈ ലാസ്റ്റ് ഈ അതർ ഓപ്പറേറ്റേഴ്സ് അങ്ങനെ വലുതായിട്ട് ചോദിക്കാറില്ല. പക്ഷെ അതിൽ ബാക്കി ഇത്രയും പറഞ്ഞ് ഇൻക്രിമെന്റ് വരെ എന്ത് ചെയ്യുക കറക്റ്റ് അറിഞ്ഞിരിക്കുക. എന്താണ് ഇൻക്രിമെന്റ് ഫംഗ്ഷൻ, എന്താണ് ഡിക്രിമെന്റ് ഫംഗ്ഷൻ, ഇതൊക്കെ കറക്റ്റ് എന്ത് ചെയ്യണം അവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ അതിന്റെ കാര്യത്തിൽ കറക്റ്റ് നോക്കി പഠിച്ചിരിക്കുക. അതൊക്കെ എക്സാമിനേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്ക് കിട്ടും. നമ്മൾ ഒരുപാടൊന്നും ഇത് പോലെ എഴുതി വെക്കണമെന്നില്ല. ഈ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ എക്സാമ്പിൾസ് കൊടുത്താലും മതി. ഇത് കിടക്കുന്ന പോലെ തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് നോക്കുന്ന സമയത്ത്. ആൻഡ് ഓപ്പറേറ്റർ എന്താണ്, ഓർ എന്താണ്, അപ്പൊ ആ ഒരു മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യാം എഴുതുക. ഓക്കെ. ഇനി ഇതിൽ നോക്കേണ്ട ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ ഇൻപുട്ട് ഫംഗ്ഷനും ഔട്ട്പുട്ട് ഫംഗ്ഷനിൽ നമുക്ക് എങ്ങനെ അതിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് ഡിഫൈൻ ചെയ്യണം, എങ്ങനെയാണ് ഒരു പ്രോഗ്രാം കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് സി ഇന്നും സി ഔട്ടും. ഓക്കെ. സി ഇന്നും സി ഔട്ടും എന്ന് പറയും. ഈ സി ഇൻ ഫംഗ്ഷൻ ഒരു ഇൻപുട്ട് ഡേറ്റ എടുക്കാൻ വേണ്ടിയിട്ട് സി ഔട്ട് ഫംഗ്ഷൻ ഒരു ഡേറ്റ പുറത്തോട്ട് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഇതിനകത്തുണ്ട്. നമ്മൾ ശരിക്കും C++ന്റെ ബേസ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ ഈ ബേസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്രയും ഫംഗ്ഷൻ മാത്രമേ എടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറിക്കകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ലൈബ്രറിയാണ് iostream.h എന്ന് പറയുന്ന ലൈബ്രറി. ഓക്കെ. അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയലാണ്. ഓക്കെ. iostream.h. അപ്പൊ നിങ്ങൾ അത് പ്രോഗ്രാം ചെയ്യുമ്പോൾ ടർബോ C++ പോലത്തെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ എല്ലാം ചെയ്യുന്നതെങ്കിൽ അവിടെ iostream.h കൊടുക്കേണ്ടി വരും. ലെറ്റ്സ് പ്രോഗ്രാം അതായത് നമ്മുടെ ഇപ്പോൾ ഓൺലൈൻ കമ്പൈലേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഫോണിൽ ആപ്പ് ഉണ്ട് ഇതിന്റെ കമ്പയർ എന്ന് നമുക്ക് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലത്തെ ആപ്പിലൊക്കെ ചിലത് ചെയ്യുന്നെങ്കിൽ ചില സമയം നിങ്ങൾ iostream.h കൊടുക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഏതെങ്കിലും പ്രോഗ്രാം അവിടെ എൻട്രി ചെയ്ത് കൊടുത്തു നോക്കുക. അപ്പൊ അവിടെ iostream.h കൊടുത്ത് വർക്ക് ആവുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം അതിനെ റിമൂവ് ചെയ്തതിനു ശേഷം നോർമലി കൊടുത്താൽ മതി. ഓക്കെ. iostream എന്ന് മാത്രം കൊടുത്താൽ മതി. ആ സമയത്ത് എന്ത് ചെയ്യാം വർക്ക് ആയിക്കോളും. ഓക്കെ. iostream.h അതാണ് വരുന്നത് ഹെഡർ ഫയലാണ്. ചില ഹെഡർ ഫയൽ ഡിഫൈൻ ചെയ്ത് C++ന്റെ ഓരോ വെർഷൻ പോലെ ഇരിക്കും. നമ്മുടെ ഈ ഒരു ടർബോ C++ അതിൽ സോഫ്റ്റ്വെയറിൽ കിടക്കുന്നത് ശരിക്കും പഴയ C++ വെർഷൻസ് ആണ്. അപ്പൊ കുറച്ച് അപ്ഡേഷൻ വരുമ്പോൾ അതിൽ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആക്കും. അപ്പൊ നമുക്ക് ചില കോഡ്സ് അവിടെ എന്ത് ചെയ്യേണ്ട യൂസ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പൊ ആ ഹെഡർ ഫയൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം മാറ്റാൻ പറ്റും. ഓക്കെ. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയലാണ് ഈ ഒരു iostream. അപ്പൊ നമ്മൾ ആദ്യം ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കൊടുക്കേണ്ട ഹെഡർ ഫയൽ എന്താണ് ആ ഹാഷിംഗ് കോഡ് iostream.h. അപ്പൊ അത് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യില്ല ഇവര് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ. അതാണ് iostream.h എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മീൻസ് ടു ഫീഡ് സം ഡാറ്റ ഇൻ ടു ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം ഡാറ്റ ഇൻപുട്ട് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പോ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് കണ്ടോ. ഇപ്പൊ ഇവിടെ ഒരു പ്രോഗ്രാം ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമില് നമ്മൾ സീൻ കൊടുത്തിരിക്കുകയാണ്. അതായത് നമുക്ക് ഇൻപുട്ട് എടുക്കാനായിട്ട്. ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു ഫംഗ്ഷൻ ആണ് സി ഔട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എടുക്കാൻ എടുക്കുന്നത്. ഇറ്റ് ഈസ് മീൻസ് ടു ഡിസ്പ്ലേ സം ഡാറ്റ ഓൺ എ സ്ക്രീൻ ഓർ പ്രിന്റ്. അതായത് നമുക്കൊരു ഡേറ്റ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ക്രീനിലോ പ്രിന്ററിലോ പ്രിന്റ് ചെയ്യാൻ ഔട്ട്പുട്ട് കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ അതിൽ ഈ ഒരു ക്യാരക്ടർ റൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഒരു ക്യാരക്ടർ കിട്ടാനും ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യാറില്ല ഗെറ്റ് ചാറും പുട്ട് ചാറും എന്ന് പറയും. അപ്പൊ ഇതിൽ ഗെറ്റ് ചാർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ക്യാരക്ടർ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി കീബോർഡ് എൻ്റർ ചെയ്യുന്ന ക്യാരക്ടർ നമ്മളെ പ്രോഗ്രാമിലോട്ട് എന്ത് എൻ്റർ ആവും. അതാണ് ഗെറ്റ് ചാർ എന്ന് പറയുന്നത്. ഈ പുട്ട് ചാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഫ്രം ക്യാരക്ടർ സ്റ്റോർ ഇൻ ദ വേരിയബിൾ. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇത് റീഡിങ് റൈറ്റിംഗ് ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗെറ്റ് ചാറും പുട്ട് ചാറും. അപ്പൊ ഇതിൽ ഈ ഒരു ഗെറ്റ് ചാറും പുട്ട് ചാറും നമ്മൾ സാധാരണ ഈ ഒരു വാല്യൂസ് അവിടെ യൂസ് ചെയ്യാറില്ല. വാല്യൂസ് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ഈ ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്. ഓക്കെ. അതിൽ നമുക്ക് സി ഇൻ സി ഔട്ടും ഉണ്ട്. സി ഇൻ ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സി ഔട്ട് ഔട്ട്പുട്ട് കാണിക്കാൻ. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ നോക്കുക. ആദ്യം നമ്മൾ ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഹാഷ് ഇൻക്ലൂഡ് iostream. ഓക്കെ. അടുത്ത് നമ്മളോട് പറയുകയാണ് യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് ലൈബ്രറി യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് ആണ്. അടുത്ത് ഇന്റ് മെയിൻ ആണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ എടുക്കുന്ന ഈ ഒരു നമ്പർ നമ്മൾ ഇന്റിജർ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ഇവിടെ നമ്മൾ ഇന്റ് നമ്പർ എന്നാണ് കൊടുക്കുക. അപ്പൊ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കൊടുക്കുന്ന ഒരു വേരിയബിൾ ആണ്. ഓക്കെ.
നേരത്തെ പറഞ്ഞു നമുക്കിപ്പോ y എന്നോ എന്തിനും നമുക്ക് വേരിയബിൾ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഈ നമ്പർ മാറ്റിയതിന് ശേഷം അവിടെ ജസ്റ്റ് ഞാനിപ്പോ ഒരു n എന്ന് കൊടുക്കുവാണ്. ഓക്കെ, n എന്ന് കൊടുത്തു. അപ്പൊ ഇന്റിജർ ഇതൊരു ഗ്ലോബൽ ലോക്കൽ വേരിയബിൾ ആണ്. ബ്രാക്കറ്റ്സിനകത്താണ് ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ലോക്കൽ വേരിയബിൾ ആണ്. അപ്പൊ ഇതിനകത്ത് n ന് എന്ത് ചെയ്യാം? എന്ത് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻറ്റർ ചെയ്യാൻ പറ്റും. എന്ത് വാല്യൂസ് വെച്ചാൽ ഇന്റിജർ വാല്യൂസ് എല്ലാം നമുക്ക് അവിടെ എൻറ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നമുക്ക് ഇൻപുട്ട് ഇനി എടുക്കണം. അപ്പൊ ഇൻപുട്ട് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് എന്റെ ഔട്ട്പുട്ട് സ്ക്രീൻ. ഈ കാണുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് എന്റെ ഔട്ട്പുട്ട് സ്ക്രീൻ എന്ന് പറയുന്നത്. ഈ ഔട്ട്പുട്ട് സ്ക്രീനിൽ അവിടെ ശരിക്കും ഇപ്പൊ ഇങ്ങനെ ഇരുന്നെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും എൻ്റർ ചെയ്യോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ യൂസറിന്റെ അടുത്ത് പറയുക, അവിടെ എന്ത് ചെയ്യുക? ഒരു നമ്പർ എൻ്റർ ചെയ്യുക. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിനുവേണ്ടി ആദ്യം നമ്മൾ അവിടെ ഒരു ഇൻപുട്ട് എടുക്കാനായിട്ട് ഇവിടെ എന്ത് ചെയ്യാം? ഒരു മെസ്സേജ് കൊടുക്കുക. എൻ്റർ ആൻ ഇൻറ്റീജർ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഫോണൊക്കെ ലോഗിൻ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്യുമ്പോൾ എന്ത് കാണിക്കും? എൻ്റർ യൂസർ നെയിം. അതായത് ഇപ്പോൾ ഫേസ്ബുക്ക് വെറുതെ ലോഗോ മാത്രം കാണിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും എൻ്റർ ചെയ്യോ? ഇല്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? യൂസറിന്റെ അടുത്ത് പറയും നമ്മളവിടെ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. അവിടെ എന്ത് ചെയ്യുക? നിങ്ങളുടെ പേര് വിവരങ്ങൾ എൻ്റർ ചെയ്യുക. അപ്പോൾ അത് യൂസർ നമ്മളൊരു നിർദ്ദേശം കൊടുക്കണം. അപ്പോൾ പ്രോഗ്രാം എഴുതുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ അറിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾ യൂസറിന്റെ അടുത്ത് പറയുക. അപ്പോൾ നമ്മൾ ഡെവലപ്പറാണ്. യൂസറിന്റെ അടുത്ത് പറയുക, നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോഗ്രാമിൽ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് എൻ്റർ ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് ഇപ്പോൾ ടു ഡിസ്പ്ലേ ആൻ ഇൻറ്റിജർ, ഒരു ഇൻറ്റിജർ ഫംഗ്ഷൻ ഡിസ്പ്ലേ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഒരു ഇൻറ്റിജർ എൻ്റർ ചെയ്യാനുള്ള മെസ്സേജ് ഔട്ട്ലി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി അപ്പോൾ മെസ്സേജ് എൻ്റർ ചെയ്താൽ മാത്രം പോരാ, ഇതിനകത്ത് എന്ത് ചെയ്യണം? ഇൻപുട്ട് സ്വീകരിക്കണം. ഓക്കെ. ഇൻപുട്ട് ഈ പ്രോഗ്രാം എന്ത് ചെയ്യണം? അങ്ങോട്ട് സ്വീകരിക്കണം. അപ്പോൾ ഇൻപുട്ട് ഈ ഒരു പ്രോഗ്രാം സ്വീകരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് ഒരു നമ്പർ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ ആ ഒരു വാല്യൂ എന്ത് ചെയ്യുക? ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യുക. ഇവിടെ എൻ്റർ ആൻ ഇൻറ്റിജർ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റർ ആൻ ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ ശരിക്കും ഇവിടെ എന്ത് ചെയ്തില്ല? ഡാറ്റ ഇതിനകത്ത് എൻ്റർ ആവത്തില്ല. യൂസർ എൻ്റർ ചെയ്താൽ എൻ്റർ ആവില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു കോഡ് കൊടുക്കുക. അതാണ് സിഇൻ എന്ന് പറയുന്നത്. അപ്പോൾ സിഇൻ ഫംഗ്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ഒരു ഡാറ്റ നമ്മുടെ പ്രോഗ്രാമിലോട്ട് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ. നമ്മൾ ആ യൂസർ കൊടുക്കുന്ന ഡാറ്റ പ്രോഗ്രാമിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ അതാണ് സിഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സിഇൻ ഫംഗ്ഷൻ ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നു. അപ്പോൾ സിഇന് നമുക്ക് ഇവിടെ ഈ കൊടുത്തിട്ടുള്ള ഇന്റ് n. അപ്പോൾ n ആണ് അവിടുത്തെ വേരിയബിൾ. ഓക്കെ. n അവിടുത്തെ വേരിയബിൾ ആണ്. അപ്പോൾ ഈ n ലാണ് എന്ത് ചെയ്യേണ്ടത്? ഇന്റിജർ വാല്യൂ എൻ്റർ ചെയ്യുന്ന എല്ലാ വാല്യൂസ് ഇതിനകത്താണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ സിഇൻ ഫംഗ്ഷനിൽ ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഇനി നമുക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. സിഇനിൽ നമുക്ക് n മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ n മാത്രമേ ഇവിടെ എന്ത് ചെയ്യൂ? ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. കണ്ടോ? n മാത്രമേ നമ്മൾ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് n തന്നെ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സെമി കോളനെ കൊടുക്കണം. ഓക്കെ. ഈ സെമി കോളൻസ് സൈഡിൽ കൊടുക്കണം. അതൊക്കെ കറക്റ്റ് ഡോക്യുമെന്റ് ആ ഒരു പ്രൊസീജിയറിൽ വരുന്നതാണ്. ഓക്കെ. ഇത്രയും കൊടുക്കുക. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് ശരിക്കും ഇതിനകത്ത് വാല്യൂ എൻ്റർ ആയിക്കൊള്ളും. ഓക്കെ. എൻ്റർ ആവും. പക്ഷെ ഇനി എന്ത് ചെയ്യണം? യൂസറിന് ഔട്ട്പുട്ട് കാണിക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്യുമ്പോൾ യുവർ ലോഗിൻ സക്സസ്ഫുൾ എന്ന് കാണിച്ച് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പേജിലോട്ട് നമ്മൾ പോകണം. ഓക്കെ. അപ്പോൾ അങ്ങനെ പോകാൻ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് ശരിക്കും അവിടെ സ്ക്രീനിൽ കാണിക്കണം. അപ്പോൾ ഒരു യൂസർ ഇപ്പോൾ ഇന്റിജർ എൻ്റർ ചെയ്തു. പക്ഷെ ഇങ്ങനെ മാത്രം വെച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. അവർ എന്താണോ എൻ്റർ ചെയ്തത് അത് നമുക്ക് എന്ത് ചെയ്യണം? ഔട്ട്പുട്ടിൽ കാണിക്കണം. അപ്പോൾ ഔട്ട്പുട്ടിൽ കാണിക്കേണ്ട കോഡാണ് ദാറ്റ് ഈസ് സി ഔട്ട്. വീണ്ടും സി ഔട്ട് കോൾ ചെയ്യുക. സി ഔട്ട് ആ ഒരു സൈൻ കൊടുത്തതിന് ശേഷം അത് നമുക്ക് അവിടെ ഒരു മെസ്സേജ് കൊടുക്കാം. യു എൻ്റർഡ് ദ നമ്പർ. ഓക്കെ. യു എൻ്റർഡ് ദ നമ്പർ എന്ന് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഇത് കൊടുത്താലും ശരിക്കും അവിടെ എന്ത് വരത്തില്ല? ഔട്ട്പുട്ടിൽ ഈ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ എന്താ നമുക്ക് ഡിസ്പ്ലേ ആവത്തില്ല. ഓക്കെ. എൻ്റർ നമ്പർ എന്ന് കൊടുത്തു. ഞാൻ എൻ്റർ ചെയ്യുന്ന സമയത്ത് യു എൻ്റർ ദ നമ്പർ എന്ന് മാത്രമേ വന്നുള്ളൂ. ഞാൻ ഇപ്പോൾ കൊടുത്ത വാല്യൂ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ കൂടെ എനിക്ക് n എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഓക്കെ, ഞാൻ ഇപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളൂ n. ഈ n ഇതിന്റെ കൂടെ കൊടുത്താലും ഇതിന്റെ ഔട്ട്പുട്ടിൽ എന്ത് വരില്ല? വരത്തില്ല. കാരണം ഇപ്പോൾ ഞാൻ 2 എന്നൊരു ഇൻറ്റിജർ എൻ്റർ ചെയ്തു. എൻ്റർ കീ പ്രസ് ചെയ്തു. ഈ എൻ്റർ നമ്പർ n എന്ന് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ സ്ട്രിങ്ങിനകത്താണ് കിടക്കുന്നത് കേട്ടോ. ഈ ഡബിൾ കോട്ട്സ് കണ്ടില്ലേ? ഡബിൾ കോട്ട്സിനകത്ത് കിടക്കുന്ന ശരിക്കും നമുക്ക് എന്ത് മെസ്സേജ് വേണമെങ്കിലും യു എൻ്റർ ദ നമ്പർ ഇൻറ്റിജർ എന്നോ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൊടുക്കാൻ പറ്റും. അത് നമ്മൾ എന്ത് കൊടുക്കുന്നു അതെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്യും. പക്ഷെ നമ്മൾ ഔട്ട്പുട്ട് മാത്രം എന്ത് ചെയ്യില്ല? ഡിസ്പ്ലേ വരത്തില്ല. ഇനി ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും ഇവിടെ ഈ ഒരു സൈൻ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? അവിടെ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വരേണ്ടത്? നമുക്ക് n ആണ് സി ഔട്ട് ആയിട്ട് കാണിക്കണം. ഈ കൊടുത്തിരിക്കുന്ന n. ഈ n എന്ത് ചെയ്യണം? ഈ n ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ. നമ്മളവിടെ n എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ വേറെ സ്ട്രിംഗ് ഒന്നും കൊടുക്കല്ല. ഈ ഡബിൾ കോട്ട്സ് കൊടുക്കാതെ n എന്ന് വെറുതെ കൊടുത്താൽ മതി. അതെന്ത് ചെയ്യും? റൺ ചെയ്യുക. ഇപ്പോൾ റൺ ചെയ്തു. ഇവിടെ ഞാനിപ്പോൾ ഒരു ഇൻറ്റിജർ എൻ്റർ ചെയ്യാൻ പോവാണ്. ഓക്കെ. 1000 ഇൻറ്റിജർ കൊടുത്തു. എൻ്റർ കൊടുത്തു. യു എൻ്റർ ദ നമ്പർ 1000. കണ്ടോ? ഔട്ട്പുട്ട്. പക്ഷെ ഇതിൽ ഞാൻ n ന് വീണ്ടും ഒരു സെമി കോളൻ കൊടുത്തു കഴിഞ്ഞ സമയത്ത് എന്തായിട്ട് മാറും? ഇത് അവിടെ ഒരു സ്ട്രിംഗ് ആയിട്ട് മാറും. നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഒന്നും കിട്ടത്തില്ല. ജസ്റ്റ് n എന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. കണ്ടോ? ഔട്ട്പുട്ട് വരത്തില്ല.
മനസ്സിലായോ അത്? അതുകൊണ്ട് അവിടെ നിങ്ങൾ ഔട്ട്പുട്ട് എന്താണ് കിട്ടേണ്ടത്? അതിപ്പോ n ആണ് n. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇന്റിജർ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കോമ m എന്ന് കൊടുക്കാം. ഓക്കെ, m എന്ന് കൊടുത്തു. അതാണ് ഇവിടെ c ന് നമ്മൾ m കൊടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള വാല്യൂ എന്ത് ചെയ്യാം? അവിടെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക. m എന്ന് കൊടുത്തു. അതനുസരിച്ച് എന്ത് ചെയ്യാം? ഇവിടെ എന്റർ ഒരു ഇന്റിജർ എന്റർ ചെയ്തു. എന്റർ ആൻഡ് you entered the number n. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻറ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ചെറിയൊരു സിമ്പിൾ പ്രോഗ്രാം ആണ് ഫോർ ഡിസ്പ്ലേയിങ് എ നമ്പർ. ഒരു നമ്പർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്ത ഒരു പ്രോഗ്രാം ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇതിൽ ഇതുപോലെ തീരെയും ചെറിയ പ്രോഗ്രാം. ഇനി നമുക്ക് ഈ ലൂപ്പിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ലൂപ്പിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് പഠിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ബാക്കി അവിടെ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിവിടെ ഇതിനകത്ത് നമുക്ക് ഡെസിമൽ വാല്യൂസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല ഇതിനകത്ത്. കാരണം നമ്മൾ ഇന്റ് ഫംഗ്ഷനിലേക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇത് റൺ ചെയ്യുകയാണ്. ഒരു ഡെസിമൽ 0.001 കൊടുക്കും. കേട്ടോ, ഇത് എന്റർ നമ്പർ 0. ഡെസിമൽ വാല്യൂസ് ഒന്നും വരത്തില്ല. കാരണം അതിന്റെ റീസൺ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അവിടെ നമുക്ക് ഫ്ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെസിമൽ വാല്യൂസ് വരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇന്റിനെ മാറ്റിയിട്ട് ഇതിനകത്താണ് കേട്ടോ ഇന്റ് മാറ്റേണ്ടത്. ഇത് മെയിൻ ഫംഗ്ഷന്റെ ഇന്റ് ആണ്. ഇത് നമുക്ക് മാറ്റേണ്ട. ഇതിനകത്ത് നമ്മൾ ഈ ഡിക്ലെയർ ചെയ്തിട്ടില്ലേ, ഈ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനകത്ത് മാത്രം എന്ത് ചെയ്യുക? ഇന്റ് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യുക? ഫ്ലോട്ട് കൊടുക്കുക. കേട്ടോ, ഫ്ലോട്ട് കൊടുത്തു. ഇനി ഫ്ലോട്ട് കൊടുത്ത് നമുക്ക് ഒരു ഇന്റിജർ ഫംഗ്ഷൻ ഒരു ഡെസിമൽ വാല്യൂ എൻ്റർ ചെയ്ത് നോക്കാം. കണ്ടോ, ഫ്ലോട്ട് കൊടുത്ത സമയത്ത് എന്തായി? ഈ എൻ്റർ നമ്പർ 0.222. അതാണ് ഇന്റ് ഫംഗ്ഷനിൽ ഇന്റിജർ മാത്രമേ പ്രിന്റ് ചെയ്യത്തുള്ളൂ. ഫ്ലോട്ട് ഫംഗ്ഷനോ ഡബിൾ ഫംഗ്ഷനോ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡെസിമൽ വാല്യൂസ് വരത്തുള്ളൂ. പിന്നെ ഒരു കാര്യം, ആ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞാണ് ഇതെല്ലാം കേസ് സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ സാധാരണ HTML ആണെങ്കിൽ കേസ് സെൻസിറ്റീവ് അല്ല. HTML പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവർക്ക്. അവിടെ ശരിക്കും HTML പഠിക്കുന്ന അത് കേസ് സെൻസിറ്റീവ്. HTML ഫംഗ്ഷനിൽ ഇതുപോലെ HTML എന്ന് കൊടുത്താലും അതുപോലെ തന്നെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് ഈ HTML ഇങ്ങനെ കൊടുത്താലും സെയിം ഫംഗ്ഷൻ ആണ്. ഓക്കെ, HTML രണ്ടും വർക്ക് ആവും. ഇവിടെ എന്ത് ചെയ്യില്ല? അങ്ങനെ ഒരു ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്യില്ല. കാരണം ഇവിടെ കേസ് സെൻസിറ്റീവ് ആണ്. ഇവിടെ ഇപ്പൊ ഞാൻ ഫ്ലോട്ട് ഫംഗ്ഷൻ കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ഞാൻ ആദ്യം കൊടുത്തത് ക്യാപിറ്റൽ F ആണ് കൊടുത്തത് ആദ്യം. FLOAT. അത് എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിനകത്ത് ഈ ഒരു ലൈബ്രറിക്കകത്ത് ശരിക്കും അവിടെ ഇങ്ങനത്തെ ഒരു ഫ്ലോട്ട് അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അവിടെ നമുക്ക് അവിടെ സ്മോൾ ലെറ്ററിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഫ്ലോട്ട് എന്ന ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്തുള്ളൂ. അപ്പോൾ ഫ്ലോട്ട് എന്ന് കൊടുത്ത സമയത്ത് എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമുക്ക് ഫ്ലോട്ട് ഫംഗ്ഷൻ ഇന്റ് ഫംഗ്ഷൻ തമ്മിലുള്ള വേരിയേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ദാറ്റ് ഈസ് ദ ഓപ്പറേറ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓപ്പറേറ്റേഴ്സ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷൻ ഓപ്പറേറ്റർ, ദെൻ ലോജിക്കൽ ഓപ്പറേറ്റർ, ബിറ്റ്വൈസ് ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, കണ്ടീഷൻ ആൻഡ് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, കോമയും അതുപോലെ തന്നെ സൈസ് ഓഫ് ദ ഓപ്പറേറ്റർ നമ്മൾ എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്ത ഒരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് ദ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ആ ഒരു പ്രോഗ്രാമിന്റെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോന്ന് എന്താണ് യൂസ് ചെയ്തത്? ഇപ്പോൾ ഇന്റിജർ ഫസ്റ്റ് എന്താണ്? ഇത് ഹെഡർ ഫയലാണ് iostream.h. ദെൻ ഇന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡിക്ലെയർ ദ ടെസ്റ്റ് ഇന്റിജർ ആസ് എൻ ഇന്റിജർ വാല്യൂ. ഇന്റിജർ വാല്യൂ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. നെക്സ്റ്റ് ടു ഡിസ്പ്ലേ, ഔട്ട്പുട്ടിൽ നമുക്ക് ഡിസ്പ്ലേ കൊടുക്കണം. യൂസറിന് ഡിസ്പ്ലേ കൊടുക്കണം. ദെൻ ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്പർ എൻട്രി ചെയ്ത കമ്പ്യൂട്ടർ വെയിറ്റ് ചെയ്യും ഇൻപുട്ട് എടുക്കാൻ വേണ്ടി. ദെൻ ഔട്ട് എന്ത് ചെയ്യണം? നമ്മൾ എൻട്രി ചെയ്ത നമ്പർ ഏതാണോ അത് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ടിൽ കൊടുക്കുക. ഓക്കെ, ഇത്രയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.